A very good evening, everyone. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ഈ സെഷന്റെ ഫെസിലിറ്റേറ്റർ ആണ്. എംഹാറ്റിന്റെ ഒരു സ്റ്റുഡന്റ് വോളണ്ടിയർ കൂടിയാണ്. നമുക്ക് കുറച്ച് പാർട്ടിസിപ്പൻസ് കൂടി വരാൻ വേണ്ടി ഒരു 1 or 2 minutes വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതായിരിക്കും. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വന്നവർക്കായിട്ട് ഐ തിങ്ക് ഞാൻ എന്നും എല്ലാ സെഷൻസിലും പറയുന്നതാണ്, സൂം മീറ്റിംഗിൽ ഓർക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ മ്യൂട്ട് ബട്ടൺ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെഷന്റെ ഇടയ്ക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ, കമന്റ് ബോക്സിൽ ഇടാം. ഇനിയും നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ട്, എന്തെങ്കിലും പറഞ്ഞ വഴിക്ക് മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇടുന്നതാണ്. അത് നിങ്ങൾക്കൊന്ന് സ്ക്രോൾ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും വിൽ വെയിറ്റ് ഫോർ 1 to 2 minutes. ബാക്കി പാർട്ടിസിപ്പൻസോട് ജോയിൻ ആവാൻ and then we'll start shortly. Thank you all for your patience. പാർട്ടിസിപ്പൻസ് ജോയിൻ ആവുന്നത് വരെ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ഈ നടത്തുന്ന സെഷൻസിനെ കുറിച്ച് എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്, അതിനോട് സ്പേസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി ഇതറിയാത്ത ഇപ്പൊ ആദ്യമായിട്ട് ഞങ്ങളുടെ സെഷൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്ലീസ് വെയിറ്റ് ഫോർ 1 to 2 minutes and we will introduce our speaker for the day as well as the program that we are hosting. ആർക്കെങ്കിലും എന്തെങ്കിലും is there some topic like us to cover or are you guys enjoying it? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ നടത്തുന്ന പ്രോഗ്രാംസിൽ ഉണ്ടെങ്കിൽ, സ്ഥിരം പാർട്ടിസിപ്പൻസിനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. Alright, I think നമ്മൾ ഇനി ലേറ്റ് ആക്കണ്ട, വിൽ സ്റ്റാർട്ട്. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് കോഴിക്കോട്, നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയ കോഴിക്കോടുള്ള മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് നടത്തുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ മൻ മാറ്റേഴ്സ് ആണ്. അപ്പൊ മൻ മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേറ്റീവ് പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റീവ് അവയർനെസ് ജനറേറ്റിംഗ് ആയതുമായ ടോപ്പിക്കുകളിൽ അതാത് ടോപ്പിക്കുകളിലുള്ള എക്സ്പേർട്ടുകളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു എഡ്യൂക്കേറ്റീവ് സെഷൻ കോമൺ പബ്ലിക്കിന് ഹോസ്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണിത്. സോ ഇതിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിസ്റ്റർ ഹരിപ്രസാദ് ആണ്. നമുക്കറിയാം ഇന്ന് ഒരു കൊറോണ ലോക്ക്ഡൌൺ സമയം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിലുള്ള യൂസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ആയാലും എന്റർടൈൻമെന്റിനായാലും നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ടൈം നമ്മൾ ഡിജിറ്റൽ മീഡിയയിലാണ്. അപ്പൊ അതിൽ എത്രത്തോളം അഡ്വാൻറ്റേജസ് ഉണ്ടോ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പ്രൈവസി ഇഷ്യൂസും ഒക്കെ ഒരുപാട് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. സോ ഇതുപോലെ ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സെഷൻ ഈ സൈബർ സ്പേസിൽ സേഫ് ആയിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഇത്തിരി പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാൻ നമ്മൾ എന്തൊക്കെ മനസ്സിൽ കരുതണം എന്നുള്ള വളരെ അനിവാര്യമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ആൻഡ് വി ആർ വെരി പ്രിവിലേജ് ടു ഹാവ് എ വെരി എക്സ്പേർട്ട് പേഴ്സൺ മിസ്റ്റർ ഹരിപ്രസാദ് വിത്ത് us. സോ എന്തായാലും ഇന്ന് ഒരു വെരി കാഷ്വൽ സെഷൻ ആയിരിക്കും. ഫസ്റ്റ് 45 minutes അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും മ്യൂട്ടിലായിരിക്കും വെച്ചിരിക്കുന്നത്. സോ ട്രൈ ആസ് മച്ച് as പോസിബിൾ നോട്ട് ടു അൺമ്യൂട്ട് യുവർ സെൽഫ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ ലാസ്റ്റ് 45 minutes ഒരു 15 minutes വിൻഡോ തരുന്നതായിരിക്കും നിങ്ങൾക്ക് കോൺവെർസേറ്റ് ചെയ്യാൻ. ഇൻ ബിറ്റ്വീൻ ഉള്ള ക്വസ്റ്റ്യൻസ് കഴിവതും ചാറ്റ് ബോക്സിൽ ഇടാൻ ശ്രദ്ധിക്കുക. സോ എന്തായാലും നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരുടെയും ബിഹാഫിൽ ഞാൻ മിസ്റ്റർ ഹരിപ്രസാദിനെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സർ, പ്ലീസ് ഡു ദി ഓണർ ഓഫ് ടേക്കിംഗ് ഓവർ. We are hoping for a very insightful and knowledgeable session that will help us use social media more effectively and safely. Thank you Anjali. ഒരു റിക്വസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, പറ്റുന്നവര് നെറ്റ്വർക്ക് ഇഷ്യൂസോ അതല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവര് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ CCTV ഉണ്ട് അല്ലെ. ഈ CCTVയുടെ ഒരു ഉദ്ദേശം കള്ളനെ പിടിക്കുക എന്നുള്ളതാണെങ്കിൽ
വേറൊരു ഉദ്ദേശം, നമ്മളെ ഒരാൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഒക്കെ പിന്നിലുള്ള ഒരു ഒരു സയൻസ് അതുകൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഒരു 10% എങ്കിലും കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കില് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ പോലത്തെ ഒരു സാധനം വരാം. നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. യെസ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഏത്, എനിക്ക് ഏത് പേസിൽ ഈ സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വെച്ചേക്കുന്നത്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഏജ് ടൈപ്പ് ചെയ്താൽ മതി. ഡിഫിക്കൽട്ട് ടു ഡു ദിസ്. 2 പേരാണ് എൻറ്റർ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷനും കൊടുക്കാം. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് പ്രൊഫഷനും നെക്സ്റ്റ് ഇതിൽ കൊടുക്കാം. സിവിൽ എഞ്ചിനീയർ, സൈക്കോളജി സ്റ്റുഡൻറ്. 51 to 60 ഒരാളുണ്ട്. യെസ്, 18 to 25 2 പേരുണ്ട്. 41 to 50 2 പേരാണ്. യെസ്, താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങനെ പറയില്ലേ, ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ഞാൻ. കുറച്ചു പേര് ഒരു സ്റ്റുഡന്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരുണ്ട്, എന്ന ഒരു നല്ല പേരൻസ് കാറ്റഗറി ഉണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് 45 മിനിറ്റ്സ് കൊണ്ട് ബേസിക് ആയിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് മാത്രമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ രമേശ് പിഷാരടിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, നിങ്ങളുടെ കയ്യടിയാണ് ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കുക എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ചാറ്റ് ബോക്സിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതല്ലെങ്കിൽ ഞാൻ വളരെ പ്രിസൈസ് ആയിട്ട് ചോദിക്കാം, നിങ്ങളെ പറ്റി എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാരാണ്? നിങ്ങളെ പറ്റി ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്നത് ആർക്കാണ്? ഒന്ന് ചാറ്റ് ഇടാം. ഹസ്ബൻഡ്, വേറെ ആർക്കൊന്നും പറയാനില്ലേ? എനിക്ക് തന്നെ, മീ. യെസ്, അടുത്തത് ഗൂഗിൾ, മൈസെൽഫ്. ഇൻട്രസ്റ്റിംഗ്. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആൻസേഴ്സ് ഒക്കെ വരാനുണ്ടോ? മൈസെൽഫ്, ഗൂഗിൾ. യെസ്, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ആൻസർ വന്നിട്ടുണ്ട്. ബ്ലെസ്സി സാറ് പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ. കാർത്തിക് സാറ് പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ എന്ന് നമുക്ക്, ഗൂഗിൾ ഒരു കമ്പനിയാണ് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടി വരും നമ്മുടെ സൈബർ സ്പേസ് ആണെന്ന് പറയേണ്ടി വരും. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈല്, നമ്മുടെ ടാബ്ലറ്റ്, നമ്മുടെ കമ്പ്യൂട്ടർ, ഇതിനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പൊ സൈബർ സ്പേസിന് നമ്മളെ പറ്റി എന്തൊക്കെ അറിയാം? ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മൈസെൽഫ് എന്നാണ്. എനിക്ക് തന്നെയാണ് എന്നെ പറ്റി നന്നായിട്ട് അറിയാവുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നേക്കാ ഓർമ്മ ഈ സൈബർ സ്പേസിനുണ്ട്. എനിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്, പക്ഷെ എന്നേക്കാ ഓർമ്മ സൈബർ സ്പേസിനുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കഴിഞ്ഞ മാസം 17-ാം തീയതി രാത്രി 7:30 എന്താണ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും? കഴിഞ്ഞ മാസം 17-ാം തീയതി രാത്രി 7:30 നിങ്ങൾ എന്താണ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തത് എന്ന് ചോദിച്ചാൽ
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ നമ്മുടെ സൈബർ സ്പേസിന് കൃത്യമായിട്ടുള്ള ഓർമ്മയുണ്ട്. സോ സൈബർ സ്പേസിന് നമ്മുടെ സെർച്ച് ഹിസ്റ്ററി മുഴുവൻ അറിയാം, നമ്മൾ എന്തൊക്കെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ മുഴുവൻ അറിയാം. അത് നമ്മൾ എന്ത് കാര്യം ഇപ്പൊ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ് അല്ലെ. അടുത്തൊരു സാധനം, വേരിയസ് പാസ്വേഡ്സ്. നമ്മുടെ എല്ലാ പാസ്വേഡ്സും, മിക്കവാറും എല്ലാ പാസ്വേഡ്സും ഗൂഗിൾ ക്രോമില് നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, അവിടെ ഓട്ടോ സേവ് ആയി കിടക്കുന്നുണ്ട്. പാസ്വേഡ്സ് കാണാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, നിങ്ങൾ എവിടെയൊക്കെ പോയി സാധനം സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ATM പോയി എടുത്തിട്ടുണ്ട്. ഞാനൊരു മുൻ ബാങ്ക് എംപ്ലോയി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ NRIസിനെ കൃത്യമായി പറയാം, HDFC ബാങ്കിൽ NRIസിനെ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? NRI ടാർഗറ്റ് ചെയ്യുന്നത് ഇതുവരെ ഉപയോഗിക്കാത്ത NRI അക്കൗണ്ട്സ് നാട്ടിൽ നിന്ന് ATM ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബേസ് മെയിലായിട്ട് അതത് ബ്രാഞ്ചിലേക്ക് വരും. മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അതത് ബ്രാഞ്ചിലേക്ക് വരും. അപ്പൊ ഒരു NRI ആണെന്നുണ്ടെങ്കിൽ NRI നാട്ടിലെ ഈ ATM ഉപയോഗിക്കുന്നപ്പോഴാണ്, നാട്ടിൽ വരുമ്പോഴല്ലേ ആദ്യം ചെയ്യുന്ന പരിപാടി, നാട്ടിൽ വന്ന് ATM നിന്ന് പൈസ എടുക്കുന്നതായിരിക്കും. ആ മൊമെന്റിൽ ബാങ്ക് അറിയും നിങ്ങൾ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ലൊക്കേഷൻ ആൻഡ് ലൊക്കേഷൻ ഹിസ്റ്ററി, നിങ്ങൾ ഇതിലേക്ക് പോകുന്നുണ്ട്, നിങ്ങളുടെ മൂവ്മെന്റ്സ്, നിങ്ങൾ ഏതൊക്കെ സ്ഥലത്തൂടെ പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നാളെ എംഹാറ്റ് കയറി ഇറങ്ങി കാറി കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും, എംഹാറ്റ് റേറ്റ് ചെയ്യാൻ പറഞ്ഞുണ്ട്, ഇല്ലേ? എക്സ്പീരിയൻസ് ഇല്ലേ? ഇത്തരത്തിലേക്കുള്ള. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസി, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, കോൾ ഹിസ്റ്ററി, ഈ സാധനങ്ങൾ മുഴുവൻ. അതുകൂടാതെ നിങ്ങളുടെ വോയിസ്, വിഷ്വല്, എല്ലാവരും അങ്ങ് സമ്മതിച്ച് തന്നിട്ടില്ലെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഒരാളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചു. നാളെ നിങ്ങൾക്ക് അതിന്റെ ഓട്ടോ സജഷൻ വരുന്നത് ആമസോണിൽ നിന്ന്, ഈ പ്രൊഡക്റ്റ് വേണമെന്നൊക്കെ ചോദിച്ച് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. നമ്മുടെ മൈക്കൊക്കെ എപ്പോഴും ടാപ്ഡ് ആണ്. ദെൻ വിഷ്വൽസ് ആസ് വെൽ. സോ നമ്മുടെ സൈബർ സ്പേസ് ആണ് നമ്മളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എന്ന് പറയേണ്ട വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമുള്ളത്. അപ്പം ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സേഫ്റ്റി ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കാര്യം പറയുമ്പോൾ ഇതൊരു തിൻ ലൈനാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേശവമാവന്മാർ പറയും ഇതെല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞോളെ, അല്ലെ? നമ്മുടെ കേശവമാവന്മാർ ഫ്രൂട്ടിയിൽ എയ്ഡ്സിന്റെ സാധനം ഉണ്ടെന്ന് പറയുന്ന പോലത്തെ ഇത് മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് ഇതൊരു തിൻ ലൈനാണ്. ഇതിൽ കൂടെ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യാൻ പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ട തമ്പ് റൂൾസ് ആണ് കേട്ടോ. ഒരു തമ്പ് റൂൾസ് 5 എണ്ണം. ഒന്നാമത്തെ കാര്യം, പ്രൈവസി. ഒരു കാരണവശാലും നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കരുത്. പേഴ്സണൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ, കാർഡ് ഡീറ്റെയിൽസ്, OTP, വൈഫിന്റെ പേര്, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസും ഒരു കാരണവശാലും നമ്മൾ കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ പ്രൈവസിയാണ് ഇവർക്ക് കിട്ടുന്ന, നമ്മുടെ ഇൻഫർമേഷൻ ആണ് ഇവർക്ക് കിട്ടുന്ന തുറുപ്പ് ചീട്ട്. അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒരു തേർഡ് പേഴ്സൺ ഇന്റർനെറ്റിൽ കണ്ട് പരിചയപ്പെട്ട് പിറ്റേ ദിവസം തന്നെ അവർക്ക് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാസ്വേഡ്സ് ആണ്. പാസ്വേഡ്സ് സ്ട്രോങ് ആയിരിക്കണം. പാസ്വേഡ്സ് എങ്ങനെ സ്ട്രോങ് ആക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് വെബ് ക്യാം ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ മാത്രമല്ല ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഞാനൊരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ വെക്കാൻ വെച്ചേക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ? ഫ്ലിപ്കാർട്ടിൽ വെച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് ക്യാമിന്റെ കവറാണ്. നമ്മുടെ ലാപ്ടോപ്പിൽ വെക്കാൻ പറ്റുന്ന വെബ് ക്യാമിന്റെ കവറാണ്. നമ്മുടെ കമ്പ്യൂട്ടർ പവർ ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഹാക്കർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പം പോലെ ക്യാമറയുടെ ആക്സസ് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ത്രെട്ട് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പല ആളുകളും കുളിക്കുമ്പോൾ പാട്ട് കേട്ടോണ്ടൊക്കെ കുളിക്കും. ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് പാട്ട് വെച്ചിട്ടൊക്കെയാണ് കുളിക്കുന്നത്. ക്യാമറയുടെ അവസ്ഥ, ഫോണിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇപ്പം ഫോൺ എടുത്ത് നോക്കിയാൽ അതിന്റെ എല്ലാ മൂലയിലും ക്യാമറ, അല്ലേ? എന്റെ ഫോണിൽ 6 ക്യാമറ ഉണ്ടെന്നുണ്ട്. പുറകിൽ 4, മുമ്പിൽ 2. ഇത്രയും ക്യാമറ ഉണ്ട്. ഇത്രയും ക്യാമറയും കൊണ്ടാണ് നമ്മൾ ബാത്റൂമിൽ പോകുന്നത്. അടുത്തൊരു ഓപ്ഷൻ, ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബെഡ്റൂമിലൊക്കെ ആയിരുന്നായിരിക്കും ഇപ്പൊ എല്ലാവരും വർക്ക് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം സമയത്ത്. നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ തുറന്നു വെച്ചിട്ട് എന്താ സംഭവിക്കുക? ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ടുണ്ടാവും, ഡ്രസ്സ് മാറുന്നൊക്കെ ഇതിന്റെ മുമ്പിലായിരിക്കും. ലാപ്ടോപ്പ് ഓൺ ആണ്, ക്യാമറ ഒന്നും ആക്സസ് ചെയ്യുന്നില്ലോ എന്ന് വിചാരിക്കും. ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു തരത്തിൽ ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടും. ഇതൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും പ്രശ്നമാവാത്തത് നമ്മുടെ ഒന്നും ഇങ്ങനത്തെ ഫോട്ടോസിനും വീഡിയോസിനും വലിയ വിലയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. സോ വെബ് ക്യാം
എപ്പോഴും അതിനകത്ത് ഒരു കണ്ണ് വേണം. നമ്മളെ ഒരാൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. അടുത്തൊരു സാധനം പൈറസി. ഈ ഇന്റർനെറ്റിൽ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വെച്ചാൽ പല പൈറേറ്റഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് കുറെ മാൽവേഴ്സ് ഒക്കെ കയറി വരും. അപ്പൊ എപ്പോഴും പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു പൈറേറ്റഡ് അല്ലാതെ ഒതന്റിക് പ്രൊഡക്റ്റുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് 4ാമത്തെ റൂള്. 5ാമത്തെ റൂള് എന്ന് പറയുന്നത് ഒരു ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇതൊരു തമ്പ് റൂളാണ്. ഇത് ഈ ഒരു സ്ലൈഡ് ഷോയിൽ, ഈ ഒരു പ്രസന്റേഷനിൽ ആഡ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഇത് പറഞ്ഞു മടുത്ത കാര്യമാണെങ്കിലും ഈ 5 കാര്യങ്ങൾ ബേസിക് തമ്പ് റൂള് ഫോളോ ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഡെയിലി. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതൊരു വലിയ കാര്യമല്ല, ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ദെൻ അടുത്തത് പാസ്വേർഡ്സിനെ പറ്റി ഞാൻ കൂടി പറയാം. പാസ്വേർഡ്സ് ആർ ലൈക്ക് ടൂത്ത് ബ്രഷസ്. നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഈ ബ്രഷ് പോലെയാണ് നമ്മുടെ പാസ്വേർഡ്സ്. എന്താ ബ്രഷിന്റെ പ്രത്യേകത? നമ്മൾ നല്ല ബ്രഷ് നോക്കി തിരഞ്ഞെടുക്കും അല്ലെ. നല്ല ബ്രഷ് നോക്കിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും 15 രൂപയോ 10 രൂപയുടെ ബ്രഷ് വേണമെന്നല്ല നമ്മൾ നോക്കുക. നമ്മളിപ്പോ സെൻസോഡൈലിന്റെ ബ്രഷ് ഇട്ടോ എന്നൊക്കെ നോക്കി നല്ല ബ്രഷാണ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പാസ്വേർഡ്സ് എപ്പോഴും ആൽഫാ ന്യൂമറിക് പാസ്വേർഡ്സ് ആവാൻ ശ്രദ്ധിക്കുക. ആൽഫാ ന്യൂമറിക് പാസ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സിംബൽസ്, നമ്പേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേർഡ് ആയിരിക്കണം. ആ പാസ്വേർഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, നെവർ ഷെയർ. ഇവിടെ കാർത്തിക് സാറിനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാർത്തിക് സാറ് ഞാനും കൂടി കാലിക്കറ്റിൽ ഒരു കോൺഫറൻസിന് പോയി. ഞങ്ങൾ രണ്ടുപേരും റൂമിലാണ്. അപ്പം ഞാൻ ബ്രഷ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ കാർത്തിക് സാറിനോട് ചോദിക്കുക, സാർ പല്ല് തേച്ച് കഴിഞ്ഞെങ്കിൽ എനിക്ക് ആ ബ്രഷ് ഒന്ന് തരൂ, എനിക്കൊന്ന് പല്ല് തേക്കാനായിരുന്നു എന്ന് പറഞ്ഞാൽ കാർത്തിക് സാർ തരും എനിക്ക്. നിങ്ങൾ ആരെങ്കിലും തരും? നിങ്ങൾ ആരും തരില്ലല്ലോ. നെവർ ഷെയർ. പാസ്വേഡ് ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത്. ഒരു കാരണവശാലും നമ്മൾ പാസ്വേഡ്സ് ഷെയർ ചെയ്യരുത്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഒക്കേഷനിൽ. ഒരു സിനിമയ്ക്കകത്ത് ഉർവശി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇതെനിക്ക് അച്ഛൻ ആദ്യമായിട്ട് 3 വയസ്സുള്ളപ്പോൾ എനിക്ക് പല്ല് വന്നപ്പോൾ പല്ല് തേക്കാൻ വേണ്ടി മേടിച്ചു തന്ന ബ്രഷാണ്. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും കാലത്ത് മേടിച്ച ബ്രഷാണോ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു 1-2 മാസം കൂടുമ്പോഴേ ബ്രഷ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സാധനമാണ് പാസ്വേഡ്സും. പാസ്വേഡ്സ് ഒക്കേഷണലി ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ ജിമെയിലിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ പാസ്വേഡ്സ് എന്നാ ചേഞ്ച് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ യുഗങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ. ജിമെയിലിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ പാസ്വേഡ്സ്, ഇത് പാസ്വേഡ്സ് ചേഞ്ച് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താ പറയുക? ചേഞ്ച് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇന്റർനെറ്റിൽ കയറിയിട്ട് ഒരു വെബ്സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. സൈറ്റിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഞാനത് ഇൻ ബിറ്റ്വീൻ പറഞ്ഞുതരാം. നമ്മുടെ പാസ്വേഡ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ ജിമെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നിങ്ങൾ പല പ്ലാറ്റ്ഫോംസിലും നമ്മുടെ ജിമെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. അങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. ഈ ഇൻഫർമേഷൻസ് ഇവര് ഡീറ്റെയിൽസ് ഉപയോഗിച്ചാൽ, ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പോസ്റ്റേഴ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഞാൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എന്റെ മെയിൽ ഐ ഡി ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അവരുടെ ഡേറ്റാബേസിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേറ്റാബേസ് മുഴുവൻ പോകും. അപ്പൊ അവരുടെ കയ്യിൽ നമ്മളെ പറ്റി എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട്, അവരുടെ കയ്യിൽ നമ്മുടെ ജിമെയിൽ ഐ ഡിയുടെ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് മുഴുവൻ പോകും. അപ്പൊ അത്തരത്തിലുള്ള പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻ ബിറ്റ്വീൻ കാണിച്ചു, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് നമുക്കെടുത്ത് ഉപയോഗിച്ച് പാസ്വേഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ദെൻ അടുത്തൊരു സാധനം, ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വന്നു, ഇങ്ങനൊരു സംഭവം വന്നു, വാട്സാപ്പിൽ വന്നേക്കാണ് ഈ ഒരു പോസ്റ്റർ. ഈ പോസ്റ്ററിന്റെ കൂടെ വന്നേക്കാ, അറിഞ്ഞോ മക്കളെ, അറബിക്കടലിന്റെ സിംഹം മരക്കാർ ഇന്റർനെറ്റിൽ ലീക്കായി, പ്ലീസ് വാച്ച് ഓൺലൈൻ, അല്ലെങ്കിൽ വാച്ച് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞൊരു ലിങ്ക് കിട്ടി. എന്താ സംഭവിക്കുക? 90% വരുന്ന നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ അവസ്ഥയാണ്. എന്താ സംഭവിക്കുക? ഞാൻ കാണിച്ചു തരാം സംഭവിക്കാന്ന്. ഇങ്ങനൊരു സാധനം വന്നു, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോ ഓപ്പൺ ചെയ്ത് വന്ന് ഇതാണ്, മരക്കാർ അറബിക്കടലിന്റെ സിംഹം, വാച്ച് ഓൺലൈൻ. ഇവിടെ ഞാൻ
ഇത് വേറെ ആരും ഉപയോഗിച്ചിട്ട് എന്നെ പോലീസ് പിടിക്കാതിരിക്കാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഇതൊരു ഫേക്ക് പേജ് ആണെന്ന് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവിക്കാന്നറിയോ? ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്പം തന്നെ നോക്കും, ഇവിടെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിന്റെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കാന്നറിയോ? വി ആർ സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. വി ആർ സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. നമ്മൾ വിചാരിക്കും നമ്മളെ ആരോ പറ്റിച്ചു എന്ന് വിചാരിക്കും. നമുക്ക് അവിടെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം കാണാൻ പറ്റാത്തതിന്റെ ഇച്ഛാഭംഗത്തില് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഈ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്തപ്പം അത് പോയേക്കുന്നത് ഏതോ ഹാക്കറിന്റെ അടുത്തേക്കാണ്. അവന് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ യൂസർ നെയിമും പാസ്വേഡും കിട്ടി. ഇനി അത് വെച്ചിട്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിന് പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്ന 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ പോലത്തെ പ്രോസസ് ഉണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ആളുകൾ അത് ചെയ്യുന്നുണ്ടാവില്ല. സോ ഇത്തരത്തില് ഒരുപാട് ലിങ്കുകൾ നമുക്ക് നമ്മുടെ ഫോണിലേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് ലിങ്കുകൾ, അത് പലപ്പോഴും സിനിമയുടെ പേരിലൊക്കെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും മെയിലായിട്ട് വരാം, വാട്സാപ്പിൽ വരാം, ടെലഗ്രാമിൽ വരാം, കോളായിട്ട് വരാം, SMS ആയിട്ട് വരാം. ഇതിനൊക്കെ വിളിക്കുന്ന ഒരു പേരാണ് ഇമെയിൽ സ്പൂഫിംഗ്. നമുക്ക് ചില മെയിലുകൾ വരും, ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നും. നിങ്ങൾക്കൊക്കെ ചിലപ്പം നിങ്ങളുടെ മെയിൽ ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ബില്ല് എന്നൊക്കെ പറഞ്ഞ ചില മെയിലൊക്കെ വന്നേക്കുന്നതാണ്. ഇലക്ട്രിസിറ്റി ബില്ല്, അതല്ലെങ്കിൽ പാൻ ഡീറ്റെയിൽസ്, ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞ ചില മെയിലുകൾ വന്നേക്കാം. കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താണ്, ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന മെയിലാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നേക്കുന്നതാണൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ മലീഷ്യസ് ഫയൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. നമ്മൾ ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ പോണോഗ്രാഫികളൊക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ഫയലുകളും നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് ഡൗൺലോഡ് ആയി വരും. പല ഫയലുകളും ഡൗൺലോഡ് ആയി വരും. സാം എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, സാം. ഈ സാം എന്ന് പറയുന്ന പയ്യനെ പറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാമിന് ഒരു ദിവസം ഒരു മെയിൽ വന്നു. ഈ മെയിലിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം ഒരു വെബ് സീരീസിനകത്ത് ഒരു പയ്യൻ ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. സാമിന് വന്ന ഇതാണ്, നിങ്ങൾ ചെറിയ ചില വെബ്സൈറ്റുകളുടെ വീഡിയോസ് ഞങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്തു. നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ലാപ്ടോപ്പിന് മുമ്പിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നതിന്റെ വീഡിയോസും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് സർട്ടൺ എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ത്രെട്ട് വന്നു. ഇനി അതിനകത്ത് എന്നെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാമ്പിൾ വീഡിയോ കണ്ടു നോക്കാം എന്ന് പറഞ്ഞ് ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി അയച്ചിട്ടുണ്ടായിരുന്നു മെയിലിൽ. ഇങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പാനിക് ആയിട്ട് നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ പലപ്പോഴും വീഡിയോയിലൊന്നും കാണില്ല. പക്ഷെ ആ വീഡിയോയുടെ കൂട്ടത്തില് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിലേക്കുള്ള കുറെ സ്ട്രാറ്റജീസ്, ചിലപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിക്കോടെ ഈ പറഞ്ഞ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ കയറിയിട്ടുണ്ടാവും. സോ ഇത്തരത്തിലേക്കുള്ള ഒരുപാട് മലീഷ്യസ് സോഫ്റ്റ്വെയറുകൾ, പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ. അപ്പൊ നമ്മൾ എപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പൈറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധി വരെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു സാധനം എന്താണെന്നറിയോ, നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇതാണ്, ഈ ഗൺ ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാ ഗെയിമും ജയിക്കാം. ഇത് നടന്ന സംഭവമാണ്. ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തൊരു വിഷയമാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നൈപ്പർ 3D എന്ന് പറയുന്ന ഒരു ഗെയിം, നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പൊ ഈ ഗെയിം കളിക്കുമ്പം ഇവന് ജയിക്കാൻ പറ്റുന്നില്ല. ഇവന് ഗ്രൂപ്പായിട്ടൊക്കെ, ഇപ്പോഴത്തെ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ അല്ലെ, നമുക്ക് പഴയ പോലല്ല, പണ്ടത്തെ പോലെ. പണ്ട് നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാരായിരിക്കാം, അപ്പുറത്തെ വീട്ടിലെ സുമേഷ്, അങ്ങനെ ആൾക്കാരാണ് കൂടെ കളിക്കുന്നത്. അതല്ല, കമ്പ്യൂട്ടർ ഗെയിം കളിക്കുവാണെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഒറ്റയ്ക്ക്, കമ്പ്യൂട്ടറിനെതിരെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ കൂടെ കളിക്കുന്നത് നൈജീരിയക്കാരനും ആസാമിയും ബംഗാളിയും ഫിലിപ്പൈൻസുകാരനൊക്കെയാണ്. ഇവരെ ആരാ എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഈ പയ്യനെ പറ്റിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എപ്പോഴും തോക്കുക. ഇവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ഈ പയ്യൻ. ഇവൻ എല്ലാ ഗെയിമും തോക്കുകയാണ്. അപ്പൊ അവന്റെ കൂടെ കളിക്കുന്നവൻ പറഞ്ഞു, എടാ നിന്റെ തോക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ഗൺ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗെയിമും ജയിക്കാൻ സാധിക്കും. അപ്പം തോക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നത്? തോക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, 440 രൂപയേ ഉള്ളൂ ഈ തോക്കിന്. അപ്പൊ 440 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ വിഷ് കൈനീട്ടം കിട്ടിയ 440 രൂപയുണ്ട്, അത് വെച്ച് എനിക്ക്
മേടിക്കാൻ പറ്റും. അപ്പം ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞു, എടാ പൊട്ട, ഇതെങ്ങനെയാ ഈ ഓൺലൈനിൽ കയ്യിരിക്കുന്ന പൈസ വെച്ച് പറ്റില്ല, ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നമുക്ക് കാർഡ് വെച്ചിട്ടോ നെറ്റ് ബാങ്ക് വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു അച്ഛന്റെ ATM കാർഡ് ഉണ്ടെങ്കിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ കാർഡ് ഡീറ്റെയിൽസ് എടുത്തു കൊടുത്തു. കാർഡ് ഡീറ്റെയിൽസിന്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അച്ഛൻ കുളിക്കാൻ കയറിയ സമയം നോക്കി ഇവൻ എന്ത് ചെയ്തു, ഇവന്റെ കൂടെയുള്ള ആൾക്ക് ഫോട്ടോ എടുത്ത് ATM കാർഡിന്റെ ഫ്രണ്ടും ബാക്കും അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അച്ഛന്റെ മൊബൈലിൽ ഇപ്പൊ ഒരു OTP വരും, അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. നിപ്പിൽ പോയത് 2.5 ലക്ഷം രൂപ. നിപ്പിൽ പോയത് 2.5 ലക്ഷം രൂപയാണ്. ഇതുപോലത്തെ ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തിലുള്ള പല സ്ട്രാറ്റജീസും ഇവര് ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് ഇത് കോമൺലി പറയപ്പെടുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് പലതരത്തിലേക്കുള്ള സ്ട്രാറ്റജീസ്. ഇതിനകത്തൊരു ടെക്നോളജി അല്ല ആക്ച്വലി ഉപയോഗിക്കുന്നത്. ഒരു പരിധി വരെ എംഹാറ്റിന്റെ ഫ്ലോറിൽ എനിക്കത് പറയാം, സൈക്കോളജിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പെയിൻ ഏരിയ എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ പലതരത്തിലേക്കുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കുകയാണ്. ഇവിടെ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല, ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല, സൈക്കോളജി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ, ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ പല സാധനങ്ങൾ വരുന്നുണ്ടാവും, പല സാധനങ്ങൾ വന്നു പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു സാധനം സൈബർ ബുള്ളിങ് ആണ്. സൈബർ ബുള്ളിങ് ഒരു തമാശയായി മാറിയിട്ടുണ്ട് ഇപ്പൊ. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ ഇന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ അതിന്റെ പേര് എനിക്കറിയാൻ പാടില്ല, ബുൾജെറ്റോ എന്തോ ഒരു സാധനം മാത്രം. പിള്ളേര് ഓൺലൈനിൽ കയറി തെറി വിളിക്കുന്നതിനൊരു കയ്യും കണക്കുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ലോ ഒക്കെ ഇവിടെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ജയിലുകൾ ഒരുപാട് പണിയേണ്ടി വരും ചിലപ്പോൾ. അതുപോലെയാണ് കാര്യങ്ങൾ. നമ്മൾ വെറുതെ ആൾക്കാരെ ഓൺലൈനിൽ ബുള്ളി ചെയ്യുക, ട്രോൾ ചെയ്യുക. അപ്പം ഇതിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന വെച്ചാൽ നമ്മൾ ഈ ആവേശത്തില് നമ്മൾ പലതും എഴുതി പിടിപ്പിക്കുകയും റിപ്ലൈ ഇടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരാള് ഒരു കേസുമായിട്ടൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു മാനനഷ്ട കേസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിന്റെ പുറകെ നടക്കേണ്ടി വരും. ചില്ലർ കളിയല്ല അത്. അപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ആവേശം കുറയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. കുറച്ച് ആവേശം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യമാണ്. അപ്പൊ സൈബർ ബുള്ളിങ്ങിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തൊരു സാധനമാണ് ഓൺലൈൻ ഗ്രൂമിങ് അല്ലെങ്കിൽ സൈബർ ഗ്രൂമിങ് എന്ന് പറയുന്ന ഒരു സാധനം. സൈബർ ഗ്രൂമിങ് ചേച്ചി പറഞ്ഞു തരാട്ടോ, ഇതൊരു കഥയാണ്. ഇതേപോലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു കേസാണ്. ഇതെന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ ആവണം, മിസ് ഇന്ത്യ ആവണം, എയർ ഹോസ്റ്റസ് ആവണം, അല്ലെ? പെൺകുട്ടികൾക്കൊക്കെ ഈ അഡോളസൻസിലേക്ക് എത്തുമ്പോൾ കുറച്ച് കാണാൻ ഭംഗിയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ നമുക്ക് മനസ്സിൽ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ ഈ കുട്ടി ഇത് പറഞ്ഞു, വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനമ്മയും ഓടിക്കോളാൻ പറഞ്ഞു, മര്യാദയ്ക്ക് പഠിച്ച് എഞ്ചിനീയറോ ഡോക്ടറൊക്കെ ആവാൻ പറഞ്ഞു. അപ്പൊ കുട്ടി ഇങ്ങനെ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഹൈദരാബാദുകാരി ചേച്ചിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. ഹൈദരാബാദുകാരിയായിട്ടുള്ള ചേച്ചിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. അപ്പൊ ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഞാനിങ്ങനെ മോഡലാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ചാറ്റിങ് ഏതാണ്ട് ഒരു 1 മന്ത് ഇങ്ങനെ നീണ്ടുപോയി. 1 മന്ത് നീണ്ടുപോയതിന് ശേഷം ചേച്ചി ഇവളെ മോഡൽ ആവാനൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് മോഡൽ ആവേണ്ടത്, എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാം, ഈ ചേച്ചി ഈ പെൺകുട്ടിനെ കൊണ്ട് പല തരത്തിലേക്കുള്ള ഫോട്ടോസ്, പല ഡ്രസ്സിലിട്ട്, ബിക്കിനി ഇട്ട്, ഇങ്ങനെ പലതരത്തിലേക്കുള്ള ഫോട്ടോസ് ഈ പെൺകുട്ടി എടുത്ത് അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഈ ചാറ്റ് ഒരുപാട് നാൾ കൊടുക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് മേടിക്കുന്നല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഇവിടെ നടക്കുന്നില്ല. വൻ ചാറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഈ ചേച്ചിയുടെ അക്കൗണ്ട് അങ്ങ് അപ്രത്യക്ഷമാണ്. അപ്പൊ ഈ കൊച്ചിന് പേടിയായി, ഞാനിത് എന്തൊക്കെ അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പോഴാണ് ബോധം വരുന്നത് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വേറെ ആൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. തപ്പിപ്പോയപ്പം ഈ മോഡലാന്ന് പറഞ്ഞ ആളുടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതേതോ വേറെ ഏതോ മോഡലാണ്, അവരുമായിട്ടൊരു ബന്ധമില്ല. സോ ഇത്തരത്തിലേക്കുള്ള ഗ്രൂമിങ് ഓൺലൈനിൽ കാര്യമായിട്ട് വരുന്നുണ്ട്. അത് രസകരമായ കാര്യം എന്ന് വെച്ചാൽ മെനസ്ട്രേഷനെ പറ്റി, സെക്സ് എഡ്യൂക്കേഷനെ പറ്റി, ഇങ്ങനെ പല തരത്തില് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്ത, അവർക്ക് ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലേക്കുള്ള ഒരുപാട് ഗ്രൂമിങ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പം ഈ ഗ്രൂമിങ്ങിനെയൊക്കെ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി അല്ല, അവർക്ക് ലൈഫിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ്.
നമുക്ക് ടെക്നോളജിനെ 1% പോലും കുറ്റം പറയാൻ പറ്റില്ല. അത് ടെക്നോളജി അതിനകത്ത് ഒരു ഫെസിലിറ്റേറ്റർ റോൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ അച്ഛനോ അമ്മയോ ചേച്ചിയോ ആന്റിയോ ഒന്നും ഇല്ല അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാനും പറയാനും. അപ്പം ഓൺലൈനിൽ കാണുന്ന ഏതെങ്കിലും ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക അവരുടെ ട്രസ്റ്റ് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓൺലൈനിലുള്ള ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ സൈബർ ഗ്രൂമിങ് നമ്മൾ ശരിക്കും കോൺഷ്യസ് ആയിട്ട് അതിനെപ്പറ്റി നോക്കേണ്ട ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി അതൊരു വലിയ പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യത പല കേസുകളിലും ഉണ്ട്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമുക്ക് ഈ 45 മിനിറ്റ്സിനകത്ത് ആ കഥകൾ പറഞ്ഞാൽ തന്നെ എന്റെ കാര്യങ്ങൾ മനസ്സിലാവും. 45 മിനിറ്റ്സ് കൊണ്ട് തീരാത്തോണ്ട് പറയാത്തതാണ്. അപ്പം സൈബർ ഗ്രൂമിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. സൈബർ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അടുത്തതാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. ഞാൻ അമ്മയുടെ ഫ്രണ്ട് ആട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഐഡന്റിറ്റി തെഫ്റ്റ് അത് ഇപ്പം വളരെ കോമൺ ആണ്. ഇപ്പൊ എന്റെ പേരിൽ നിങ്ങൾക്ക് നാളെ ആരെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യരുതെന്ന് ഇപ്പൊ പറയും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകൾ ഒരുപാടായി. ഇപ്പൊ എന്റെ പേരിൽ ഫ്രണ്ട് റിക്വസ്റ്റ്, ഇവിടെ കാർത്തിക് സാറിന് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു, സാർ എന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ബസ് സ്റ്റാൻഡിൽ കുടുങ്ങി നിൽക്കുവാണ്. എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. എനിക്കൊരു 5,000 rupees ഇട്ട് തരും, ഞാൻ നാളെ റിട്ടേൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ. ഇതൊരു കോമഡി മാറിയുണ്ട് കേട്ടോ. ഇത് കോമൺ ആയിട്ട് നടക്കുന്നതാണ്. ഇത് പൈസ ഒരുപാട് ആളുകളുടെ പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്താൽ പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസുകാർ ട്രെയിനിങ് എടുക്കാനൊക്കെ വിളിച്ചാൽ പറയും ഇവർ IP അഡ്രസ് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും. പക്ഷെ പോലീസുകാർക്ക് മടുത്തു. പക്ഷെ ഇത് 1-2 കേസല്ല, ഒരു ദിവസം തന്നെ ഇതുപോലത്തെ 1000കണക്കിന് കേസുകളാണ്. പാലാ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇത് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ DYSPയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ ആഴ്ച 25,000 രൂപ. പിന്നെ നമ്മൾ അവരോട് എന്താ പറയുക? അപ്പൊ ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഷ്യസ് ആയിട്ടിരിക്കുക. ഒരാൾ പൈസയ്ക്ക് വിളിച്ചു ചോദിച്ചാൽ ഫോണിൽ വിളിച്ചിട്ട് അയാളുടെ നമ്പർ ചോദിക്കുക, ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഇന്ന ആളാന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കും. അതല്ലാതെ കണ്ണടച്ച്. രസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച എന്റെ കൊളീഗ്, പുള്ളി ഒരു എക്സലന്റ് ട്രെയിനറാണ്. പുള്ളി 2 വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് ഒരു നഴ്സിംഗ് കോളേജിൽ ട്രെയിനിങ് എടുക്കാൻ പോയി. അവിടെ ഭംഗിയായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തു. ഇതേപോലെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പൈസ അയച്ചു കൊടുത്തത് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുറച്ചാണ്. നഴ്സിംഗ് എടുത്തതൊരു കുറച്ച് ഫീസ് അടയ്ക്കാൻ പറ്റുന്ന പൈസയാണ് എടുത്തു കൊടുത്തത്. ഒന്നും ചെയ്യാനില്ല. അപ്പം അത്തരത്തിലേക്കുള്ള ഒരുപാട് ഇൻസിഡൻസ് ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമ്മൾ കോൺഷ്യസ് ആവാന്നല്ലാതെ ഒന്നും നമുക്ക് ആരുടെ സപ്പോർട്ട് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ ഫ്രണ്ടാണ്, അച്ഛന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്യാൻ വരും. അല്ലെങ്കിൽ ആന്റിയാണ്, ഞാൻ മോളുടെ ആന്റിയാണ്, പക്ഷെ ഇപ്പൊ ഫാമിലി ആയിട്ട് നമ്മൾ തമ്മിൽ ഭയങ്കര വഴക്കാണ്, മോക്ക് അറിയോന്ന് അറിയില്ല, അതായത് ഞാൻ ചാറ്റ് ചെയ്ത് വരുമെന്നും അച്ഛനോടും അമ്മയോടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ചെയ്യും. ഇതൊക്കെ ഇൻസിഡൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നടത്തുന്നുണ്ട്. സോ അങ്ങനെ ബന്ധം ഉണ്ടാക്കി അവരോട് ഈ ഗ്രൂമിങ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്ര ഐഡന്റിറ്റി ത്രെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഇത്തരം കാര്യങ്ങളാണ് കോമൺ ആയിട്ട്, വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ക്രിമിനൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതിനകത്തൊക്കെ നമ്മുടെ സൈഡ് ക്ലീനാണ് അല്ലെ? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പിള്ളേരോ ആളുകളോ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ തെറ്റ് ചെയ്യുന്ന പിള്ളേരുടെ ആൾക്കാരുടെ കയ്യിലൊരു പത്രം ശരിയല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ പറഞ്ഞ കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആയിക്കോട്ടെ, സാം ആയിക്കോട്ടെ, അവൻ ഗെയിം കളിച്ചിട്ടുള്ളൂ. അവൻ ഒരു ഉടായ്പിനും പോയിട്ടില്ല, അവൻ ഗെയിം കളിച്ചൊന്നും മാത്രമേ ഉള്ളൂ. അടുത്തത് ഈ പറയുന്ന പോലെ കാവ്യ, അവർക്ക് മോഡൽ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവള് ഒരു പോണോഗ്രഫി വീഡിയോ കാണാനോ അതിനൊന്നും പോയിട്ടില്ല. ആകെ ചെയ്തേക്കുന്നത് എന്താ, അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അപ്പം ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഈ സേഫ്റ്റി, ഓൺലൈൻ സേഫ്റ്റിക്ക് നമ്മൾ എപ്പോഴും വേണ്ടത് ഇത്തരം സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സംശയത്തിന്റെ മുനയിൽ തന്നെ പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ, ഓൺലൈനിൽ ഒരാളെ കാണുമ്പോൾ, വരുന്നൊരു മെസ്സേജ് വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ബൾബ് എത്തണം. എന്താണ്? ചിലപ്പോൾ ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, എന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ ഡെഫിനറ്റ്ലി വേണം. അടുത്തൊരു സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ ഡേറ്റ, നമുക്ക് പ്രൈവസി ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുകയാണോ അതോ നമ്മൾ ഉപയോഗിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആർ യു യൂസിങ് ദ ടെക്നോളജി ഓർ ടെക്നോളജി ഈസ് യൂസിങ് യു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്.
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്നോളജിക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണോ അതോ ഒരു അഡിക്ഷൻ കാരണമാണോ എന്നുള്ളത് നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു, യൂട്യൂബ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ അഡിക്ഷൻ ഉണ്ടോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ പോലത്തെ ചില ടെസ്റ്റുകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം ആ ടെസ്റ്റുകളിലേക്കൊന്നും പോകാതെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സാധനം ഞാൻ പറയാം. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു സാധനം ഫേസ്ബുക്കിലോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ഒരു ചാറ്റോ നോട്ടിഫിക്കേഷനോ വന്നാൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അതല്ല, നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസമാധാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു നിങ്ങൾ അഡിക്ഷൻ ആയി തുടങ്ങി നിങ്ങൾക്ക്. സോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈക്കോളജിക്കൽ സൈഡ് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ പേടിയുണ്ട്, എനിക്ക് തെറ്റിപ്പോകുന്നുള്ളത്. മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റിന്റെ ഒരു വേദിയിൽ ഫേസ്ബുക്ക് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡോപ്പമിൻ റഷ്, ദ ഷോർട്ട് ടേം ഡോപ്പമിൻ ഡ്രിവൻ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ. നമുക്ക് ഞാൻ ഈ ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, സാറേ ഞാൻ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ നല്ല സെഷൻ ആയിരുന്നു എന്ന് എന്നോട് ഒരാൾ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ റഷ് ഉണ്ടല്ലോ, ആ സാധനം ഈ ഒരു ലൈക്ക് കിട്ടുമ്പോഴും നമുക്ക് കിട്ടുക. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രീസിയേഷന് വേണ്ടിയിട്ട് വെറുതെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു ഫോട്ടോ ഇട്ടാൽ മതി എന്നുള്ള അവസ്ഥ വരും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫോട്ടോ ഇടാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി. ഇത് ഫേസ്ബുക്കിന്റെ തന്നെ എക്സ് എംപ്ലോയീസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഒബ്സർവ് യുവർ സെൽഫ്. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യാം. അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി ഫേസ്ബുക്കിനകത്തൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കേട്ടോ, ഇങ്ങനെ യുവർ ടൈം ഓൺ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. യുവർ ടൈം ഓൺ ഫേസ്ബുക്ക് നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാം നമ്മൾ എത്ര സമയം ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ എത്ര സമയം അത് രാത്രിയും പകലും ആഴ്ചയിലൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലിമിറ്റുകൾ സെറ്റ് ചെയ്യാം. ഒരു ദിവസം 20 മിനിറ്റ് കൂടുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ട, അങ്ങനെ ലിമിറ്റുകൾ സെറ്റ് ചെയ്യാം. അതുപോലെ ഇതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്ലൈറ്റ് മോഡ് ഉണ്ടാക്കാം, ഷെഡ്യൂൾ ഫ്ലൈറ്റ് മോഡ് സെറ്റ് ചെയ്യാം. രാത്രി ഒരു സമയം കഴിഞ്ഞ് അത് ഉപയോഗിക്കേണ്ട എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്തരം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസിബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇത്തരം സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. യൂട്യൂബിൽ ഇത് പോസിബിൾ ആണ്. യൂട്യൂബിനകത്ത് നമുക്ക് എത്ര സമയം നമ്മൾ വാച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു സാധനമാണ് ചൂസ് ആപ്സ് ആൻഡ് ഗെയിംസ് വൈസ്ലി എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഗെയിമുകൾ ഉണ്ടല്ലോ, പല ഗെയിമുകളും. ഇപ്പൊ ഞാൻ 2 ഗെയിം ഇവിടെ നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ തിയേറ്ററിലൊക്കെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, അഡൽസ് ഓൺലി മൂവി അല്ലെ, എന്ന് എഴുതിയിട്ട് അതിന് ചുറ്റും ഒരു വട്ടം ഇട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? അഡൽസ് ഓൺലിയാണ്, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന സിനിമകളാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ആപ്പുകൾക്കൊക്കെ ഒരു ഏജ് ലിമിറ്റ് ഇവർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ ആദ്യത്തെ ഗെയിം എന്താ, ക്രിട്ടിക്കൽ സ്ട്രൈക്കോ, ഈ സാധനം, ഈ ഗെയിം 16 വയസ്സിന് മുകളിലുള്ളവർ കളിക്കുന്ന, 16 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിം കണ്ട 3 വയസ്സിന് മുകളിലുള്ളവർക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഗെയിമുകൾ ഉണ്ടല്ലോ, ഈ PUBG ഒക്കെ, 4 വയസ്സുള്ള 5 വയസ്സുള്ള പിള്ളേരൊക്കെ ഈ PUBG പോലത്തെ ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ട്. PUBG എടുത്ത് നോക്കിയാൽ കാണാം 16 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിമാണ്. സോ ഇതിനകത്ത് 2 വശമുണ്ട്. ഇത് ഒരു ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഗെയിമുകളാണ് മെജോറിറ്റി ഓഫ് ഗെയിംസ്. ഞാൻ ഈ കോതമംഗലത്ത് റീസെന്റ് നടന്ന വെടിവെപ്പിനെ അടക്കം ഈ ഒരു പെർസ്പെക്റ്റീവിൽ കാണണം എന്നുള്ളതാണ് എന്റെ വശം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തോക്ക് വെച്ച് വെടിവെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശീലിച്ചു. നമ്മൾ പലതരത്തിലുള്ള ക്രൈംസും അതുമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നന്നായിട്ട് ശീലിച്ചു കഴിഞ്ഞു. സോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ അത്തരത്തിലേക്ക് ഗെയിമുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ കാലത്തും കളിക്കേണ്ട ഗെയിമുണ്ട് അല്ലെ. ഇപ്പം ഈ പണ്ടൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമുണ്ട്, ഗോട്ടി കളിക്കാന്നൊക്കെ പറയില്ലേ, അതല്ലെങ്കിൽ മറ്റേ ഈ കയ്യിലൊരു സാധനമൊക്കെ വെച്ചിട്ട് ചാടി കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമൊക്കെ ഉണ്ട്. ഈ ഗെയിമൊക്കെ നമുക്കൊരു 16-ാമത്തെ വയസ്സിൽ കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സിൽ കളിക്കാൻ പറ്റില്ല. ഓരോ പ്രായത്തിലും കളിക്കേണ്ട ഒരു ഗെയിമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കോട്ടുണ്ട്, സ്കിപ്പിംഗ് സ്റ്റെപ്സ് ക്രിയേറ്റ്സ് ഓൺലി ദി ഇല്യൂഷൻ ഓഫ് സ്പീഡ്. നമുക്ക് ഓരോ പ്രായത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ കുട്ടികൾക്കും അവരുടെ പ്രായത്തിൽ ചേരുന്ന ഗെയിമുകളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ പേരൻസിന് എന്ത് ചെയ്യാൻ സാധിക്കും?
നമുക്ക് ഗെയിം കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിക്കുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. പിള്ളേരിപ്പം എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചൈൽഡ് ലൈനിലൊക്കെ വിളിച്ചു പറയും. അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇപ്പോഴേ ശീലിപ്പിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു പെറ്റിനെയൊക്കെ മേടിച്ചു കൊടുക്കുക. ഇത് മാജിക്കലാണ് കേട്ടോ, ഇത് മാജിക്കലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ ടെക്നോളജി അഡിക്ഷൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാം, ഒരു പെറ്റിനെ മേടിക്കുക. ഒരു പെറ്റിനെ മേടിക്കുക. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടത് എൻ്റെ ഓൺ പെറ്റാണ് സാൻഡി. അപ്പൊ ഒരു പെറ്റിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ സമയം അതിന്റെ പുറകെ പോകും. ഇനി നിങ്ങൾ റീസെന്റ് ഒക്കെ പെറ്റ്സിനെ മേടിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചിലപ്പോൾ കാണും, വീട്ടിലെ കുട്ടികളുള്ള ആൾക്കാരെ കാണും. അവരോടൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു നോക്കുക. കുട്ടികളുടെ ഫേസ്ബുക്ക് ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരിക്കുന്ന ടൈം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഡെഫിനറ്റ്ലി ഞാൻ ചലഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് നോക്കൂ, ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും ഒരു പെറ്റിനെ മേടിച്ചിട്ടുണ്ടോ. അതിപ്പം ഒരു പപ്പി ആവാം, അതല്ലെങ്കിൽ ഒരു ചെറിയ ക്യാറ്റ് ആവാം, അതല്ലെങ്കിൽ ഈ റാബിറ്റ് പോലത്തെ എന്തെങ്കിലും സാധനം ആവാം. അപ്പം കുട്ടികളുടെ ഒരു ബോർഡം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോബി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. ബോട്ടിൽ ആർട്ട്, ക്രാഫ്റ്റ്, ഇത്തരം സാധനങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു നല്ല മെത്തേഡാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിന്റെ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിളിന്റെ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഫോൺ ഫുൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അവരെ നമ്മുടെ കൺട്രോളിൽ തന്നെ അവരെ ഒരു ലോക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ സൈക്കോളജിക്കലേക്ക് അവരെ ഇത്തരം ഒരു പപ്പീനെയൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ ആ ഒരു അറ്റൻഷൻ ഈ ഫോണിൽ നിന്ന് പതുക്കെ വേറൊരു സാധനത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്കിവിടെ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പെഗാസസ് ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് ആ തരത്തിലേക്കുള്ള സൈബർ സേഫ്റ്റിയെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സിനകത്തുള്ള, ഇപ്പൊ നമുക്ക് ഈ സ്ട്രെസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കൺട്രോൾ അല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് കാര്യമില്ല. നമ്മുടെ കൺട്രോളിൽ എന്തൊക്കെയുണ്ട്? അതിന് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ നോക്കാം, നമുക്ക് വരുന്ന മെസ്സേജുകളെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. കുറച്ചുകൂടി കാമായിട്ട് കാര്യങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളെ ആളുകൾക്ക് പറ്റിക്കാൻ പറ്റില്ല. അപ്പം അത്തരത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷന്റെ ഇടയ്ക്ക് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തോളാം. സോ നമുക്കൊരു Q&Aയിലേക്ക് പോവാം. Q&Aക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ചാറ്റിൽ ചോദിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടോളാം. നിങ്ങൾക്ക് അനോണിമസ് ആയിട്ട് ചോദ്യം ചോദിക്കാം. ആ ചോദ്യം പോലും നിങ്ങളുടെ സ്ക്രീനിൽ കാണുക, ഞാൻ ആ ചോദ്യത്തിന് ആൻസർ ചെയ്തോളാം. അനോണിമസ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ചെന്നപ്പെട്ടിട്ട് അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത സ്ട്രെസ് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ പറയുകയും ചെയ്തോളാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓവർ ടു അഞ്ജലി. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. എനി ഡൗട്ട്സ് ദാറ്റ് യു വാണ്ട് ടു ക്ലിയർ, നമ്മൾ എന്നും കാണുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സർ, സെഷൻ വളരെ നന്നായിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻ ഈ സെഷനിലൂടെ കിട്ടി. സർ, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരാൾ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സാറ് പറഞ്ഞ പോലെ ക്യാമറയൊക്കെ അവർ അസസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സാർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഉത്തരം പറയാൻ സത്യം പറഞ്ഞ് എനിക്ക് അറിയില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ചിന്തിക്കുന്നതിന്റെ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ഹാക്കേഴ്സ് ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്.
പക്ഷെ എന്നിരുന്നാൽ പോലും ആക്സസ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഇത് ആക്സസ് ചെയ്യുന്നുണ്ട് എന്ന ബോധത്തോടെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ നിങ്ങളുടെ ഫോൺ ഹാക്ഡ് ആണ്, നിങ്ങളുടെ ക്യാമറ ഹാക്ഡ് ആണ്, ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും? നിങ്ങൾ കോൺഷ്യസ് ആകും. നിങ്ങൾ കുളിക്കാൻ പോകും, ഫോൺ കൊണ്ടുപോകും. ആ ഒരു പെർസ്പെക്റ്റീവില് നോക്കിക്കാണുക എന്നുള്ളത് മാത്രമേ. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ അടക്കം കോൾസും സാധനമൊക്കെ ടാപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഇവർക്ക് കണ്ടുപിടിക്കാറുണ്ടല്ലോ. സാധാരണക്കാരന് അത് അത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അങ്ങനെയാണ് എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ അത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, വെബ്സൈറ്റ് ഇതാണ്, ഹാവ് ഐ ബീൻ പോഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്താണെങ്കിൽ ഞാൻ ഇപ്പം എന്റെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ പല സെക്യൂരിറ്റി ബ്രീച്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇത് നോക്കിയാൽ കാണാം. ഇപ്പം 2019 മെയിലില് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഗ്രാഫിക് ഡിസൈനിങ് ടൂളാണ്, ഇവിടെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവരുടെ അടുത്തുനിന്ന് എന്റെ ഇൻഫർമേഷൻസ് പോയിരിക്കുന്ന എന്റെ മെയിൽ ഐ ഡി, ജോഗ്രഫിക് ലൊക്കേഷൻ, നെയിം, പാസ്വേഡ്സ്, യൂസർ നെയിം, അതുപോലെ തന്നെ ഇത് ഏതാ സാധനം അറിയാൻ പാടില്ല, സിറ്റി ഡേ, ഇത് 2020 നവംബർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഡോമിനോസ് ഇന്ത്യയിൽ, ഡോമിനോസിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഇതുണ്ടായിട്ടുണ്ട്, ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് 2021 ഏപ്രിലാണ്. അപ്പൊ നമുക്ക് തികച്ച് 4-5 മാസമായിട്ടുള്ളൂ. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിൽ കഴിഞ്ഞിട്ട് ഞാൻ പാസ്വേഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ആ വഴി കൂടെ ഒക്കെ കയറി പിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും പാസ്വേഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാന്നുള്ളത്. ഇതിൽ ഇത്രയും പ്ലാറ്റ്ഫോംസിനകത്ത് ഡേറ്റ ബ്രീച്ച് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ മെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഞാനിപ്പം ലിങ്ക് ഇതിന്റെ ഇട്ടിട്ടുണ്ട്, ചാറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിച്ച് നോക്കാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഷബാന, ഞാൻ ഓൺലൈനില് ബുക്സ് വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഇപ്പൊ 2 പ്രാവശ്യമായി ഓൺലൈനിൽ ചില സൈറ്റ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവര് നമ്മളോട് മെയിൽ ഐ ഡി അവരോട് രജിസ്റ്റർ ചെയ്യാൻ പറയും, ഫ്രീ ആയിട്ട് വായിക്കാന്ന് പറയും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് അതിന് നെക്സ്റ്റ് ഇതിലേക്ക് പോകുമ്പോഴ് പിന്നെ അതിൻ്റെ പിന്നെ ചെറിയ എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നതുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെ തന്നെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് പോകുമ്പോഴേ അവര് നമ്മളോട് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് നമ്മൾ ബാങ്ക് പേയ്മെന്റ് നടത്തുമ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം കണ്ടു. അത് ഈ ട്രാൻസാക്ഷൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ബുക്ക് വാങ്ങാനുള്ള ഒരു ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തത് ഫ്രീ ആയിട്ട് വായിക്കാനുള്ള ഒരു ഇതായിരുന്നു ചെയ്തിരുന്നത്. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അഞ്ജലി കേൾക്കുന്നില്ലേ? സർ കേൾക്കുന്നുണ്ടോ? എനിക്ക് ക്ലിയർ ആണ് ഷബാന. സാറിന് ആണെന്ന് തോന്നുന്നു കേൾക്കാൻ പറ്റാത്ത. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടേ? One second. ഞാനതൊന്ന് എന്റെ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്തോട്ടെ. ഓൾറൈറ്റ് സർ, ഓൾറൈറ്റ്. മീൻ ടൈം അമീർ പാലിയേറ്റീവ് ഒന്ന് മ്യൂട്ടിലിരിക്കണം. സംസാരിക്കാനാണ് എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഷബാന നമുക്ക് സംസാരിക്കാവുന്നതാണ്. അമീർ പാലിയേറ്റീവ് 1111. യെസ്. അപ്പം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് നമുക്ക് പലതരത്തിൽ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവാൻ സാധിക്കും. ഈ പറയുന്ന പോലെ കാർഡ് ഡീറ്റെയിൽസിന്റെ ഒക്കെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു പ്രാക്ടീസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊരു അലമാരി ഉണ്ട്.
ഈ അലമാരി എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ഐ ഡി ആണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ മെയിൽ ഐ ഡി ആണെന്ന് സങ്കല്പിക്കുക. അപ്പം നമ്മുടെ അലമാരിക്കകത്ത് നമ്മൾ ഗോൾഡ് വെക്കും, ക്യാഷ് വെക്കും, പല സാധനങ്ങൾ വെക്കും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു അലമാരി ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ പർട്ടിക്കുലർ ആയിട്ട് അലമാരി, ഒറ്റ അലമാരി ഉണ്ട്. ഈ അലമാരിയിലാണ് സെർവന്റ് ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് വെക്കുന്നത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ ചെക്ക് ബുക്ക്, ക്യാഷ്, ഗോൾഡ് വെക്കുന്നത്, നിങ്ങളുടെ തുണി വെക്കുന്ന എല്ലാ സാധനവും ഒറ്റ അലമാരിയിലാണ്. ഒറ്റ അലമാരി. ഈ അലമാരിയുടെ താക്കോല് സെർവന്റിന്റെ കയ്യിലുണ്ട്. അവർക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ക്ലീനിങ് ലോഷനും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ അലമാരി തുറക്കും. ഭാര്യ കല്യാണത്തിന് വന്ന നേരത്തെ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ അലമാരി തുറക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മക്കൾ ഡ്രസ്സ് മാറാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നേരത്തെ ഈ അലമാരി തുറക്കും. ഇങ്ങനെ ഒരു അലമാരി സേഫ് ആണോ? അല്ല. അപ്പം എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡീലിങ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു മെയിൽ അഡ്രസ്സ് ഫോളോ ചെയ്യാം, ഒരു മെയിൽ ഐ ഡി. അപ്പം അത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മെയിൽ ഐ ഡി. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനൊക്കെ വേണ്ടിയിട്ട് വേറൊരു മെയിൽ ഐ ഡി. ഇനി അതല്ല, നിങ്ങൾ ചില പല സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും, പല ആപ്പുകളൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ നോക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേറൊരു മെയിൽ ഐ ഡി. അങ്ങനെ ഒരു 3-4 മെയിൽ ഐ ഡി ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിധിവരെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഈ ട്രൈ ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡിയിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ടായാലും നിങ്ങളുടെ ഈ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള കാര്യങ്ങള് മിസ്സാവില്ല. അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ്സ് സേവ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ ഈ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള സാധനമൊക്കെ നമ്മുടെ ഗൂഗിൾ ക്രോമിലൊക്കെ സേവ് ചെയ്ത് വെക്കാതിരിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ കൂടിയുണ്ട്. Yes. വേറെ എന്തെങ്കിലും സംശയങ്ങള്? ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഒരു ടെക് പേഴ്സൺ അല്ല ആക്ച്വലി. ഞാൻ പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസമുള്ള ഒരു മാനേജ്മെന്റ് പ്രൊഫഷണൽ ആണെന്ന് പറയേണ്ടി വരും. പക്ഷെ പലപ്പോഴും പല കേസുകൾ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ, പല ആളുകളെ സഹായിച്ചു കഴിയുമ്പോൾ, പല ആളുകളെ ആയിട്ട് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് ആണിത് പലപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് അങ്ങനത്തെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എപ്പോഴും നമ്മുടെ അവൈലബിൾ റിസോഴ്സ്, നമ്മുടെ അവൈലബിൾ നോളജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. വെച്ചാൽ ടെക്നോളജി മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ചേഞ്ചസ്, റാപ്പിഡ് ചേഞ്ചസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മ്യൂട്ടിലിരിക്കോ? ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ടിലിരിക്കണേ. ഓൾറൈറ്റ്. ഇനി അതർ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും? സർ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് സർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആരും ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ I'll ask you. സർ, നമ്മൾക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഈ വെർച്വൽ VPN എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ഇനേബിൾ ചെയ്യാമെന്ന് എന്റെ ബ്രദർ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ബ്രൗസേഴ്സിലൊക്കെ പണ്ട് നോർമൽ ആയിട്ട് എന്തെങ്കിലും ഗെയിം ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിൽ നാട്ടിലുള്ളവരൊക്കെ ചെയ്യുന്നതാണ് ഈ VPN എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് and then they bypass. It's something illegal, I believe. അപ്പം അതെങ്ങനെയാണ്? How does that work and how safe it is and how criminal it is? സാറിന് അതിനെ കുറിച്ച് കുറച്ച് ഇൻസൈറ്റ്സ് തരാൻ പറ്റുമോ? എന്റെ ഒരു ഫ്രണ്ട്, ഒരു ടെക് എക്സ്പെർട്ട് ഈ ഫ്ലോറിലുണ്ട്. സുബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സുബി, പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അതിനൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റും? യെസ്, ഹലോ, ഞാൻ ഓഡിബിൾ ആണോ?
ഹലോ. യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ടെക് എക്സ്പേർട്ട് ഈ ഫ്ലോറിലുണ്ട്. സുബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒക്കെയാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ചിലപ്പോൾ സുബിക്ക് പറയാൻ പറ്റിയെന്ന് വരാം. സുബി ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ഹായ് ഓൾ. ചോദിച്ചയാളുടെ പേരെന്ന് പറയുമോ? അഞ്ജലി. അഞ്ജലി, ഒരു കാരണവശാലും VPN യൂസ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും അത് കമ്പ്യൂട്ടറും എനേബിൾ ചെയ്യരുത്, അത് ഫോണിലും എനേബിൾ ചെയ്യരുത്. വൺസ് VPN നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമ്മുടെ സിസ്റ്റം പെർമിഷൻസ് ചോദിക്കും. മനസ്സിലായില്ലേ? നെറ്റ്വർക്ക് പെർമിഷൻസ് ചോദിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സാധാരണ ഒരു വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു വെബ്സൈറ്റിലോട്ട് റിക്വസ്റ്റ് കൊടുത്തു, വെബ്സൈറ്റ് റിക്വസ്റ്റ് ക്യാരി ചെയ്തു, വെബ്സൈറ്റ് അതിനുള്ള റെസ്പോൺസ് തിരിച്ചു വന്നു. ഒരു തവണ നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് റെസ്പോൺസ് തിരിച്ച് കിട്ടുവാണെങ്കിൽ ഈ HTTP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോളാണ്. അതായത് ഡഫ് ആൻഡ് ഡംപാണ്. അതിനറിയത്തില്ല മുമ്പ് എന്താ സംഭവിച്ചതെന്നും അത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഉദാഹരണം, നമ്മളൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു, ഇപ്പോൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തു യൂസർ നെയിം പാസ്വേഡ് അടിച്ച് സൈൻ ഇൻ ചെയ്തു, നമ്മളൊരു കമൻറ്റ് അടിച്ചു. ആ കമൻറ്റ് അടിക്കുന്ന ആ ക്ലിക്ക് കഴിഞ്ഞാൽ മുമ്പ് എന്താ സംഭവിച്ചതെന്നും അത് കഴിഞ്ഞത് സംഭവിക്കുന്നതിന് യാതൊരു ധാരണയുമില്ല ബ്രൗസറിന്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം ഇപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഞാൻ തന്നെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്ന് ഈ സിസ്റ്റം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, കുക്കിയും സെഷൻസ് നമ്മൾ ബന്ധം വെച്ചിട്ടാണ്. കുക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഇതൊക്കെ പ്രവർത്തിയാണ് ചെയ്തേക്കുന്നത്. നമ്മളിത് യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂസറിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന അവിടെയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് എന്താ സംഭവിക്കുന്നത്? VPN കണക്ടിവിറ്റി വെച്ചുകൊണ്ട് നമ്മളിത് ആക്സസ് ചെയ്യാൻ പോകുമ്പോൾ ഈ കുക്കിയെല്ലാം ഈ പറയുന്ന VPN ആക്സസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിലൂടെ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താൽ ഫുൾ ഹിസ്റ്ററി കുക്കിയിൽ സേവ് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കുക്കി VPN ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഒരു ഓതറൈസേഷൻ അല്ലാത്തൊരു VPN നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് VPN യൂസ് ചെയ്യുന്നതെങ്കിൽ അവരൊരു കാരണവശാലും VPN ഫ്രീ ആയിട്ട് തരത്തില്ലല്ലോ. സംതിങ് നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റ കിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ആ VPN ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഡാറ്റ എല്ലാം അവരുടെ കിട്ടാനുള്ള ചാൻസസ് 99% ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ VPN ഉപയോഗിച്ച് ഒരു സാധനം ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ഇടയ്ക്ക് നിന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ആവശ്യമുള്ള എന്ത് ഡാറ്റയും പുള്ളിക്ക് എടുത്തിട്ട് ആർക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഉദാഹരണം, VPN കണക്ടിവിറ്റി ഫേസ്ബുക്ക് യൂസ് ചെയ്തു. VPN കണക്ടിവിറ്റി നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യെങ്കിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണെങ്കിൽ പോലും ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നടക്കുന്നതിന് മുമ്പ് ഡാറ്റ ഫ്രീ ആയിട്ട് അടക്കമാണ് ബ്രൗസറിലും ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ മെമ്മറിയിലും. ഇത് സുഖമായിട്ട് VPN ഉപയോഗിച്ച് അവർക്ക് ആക്സസിബിൾ പെർമിഷൻ കൊടുത്താലേ അവർ എനേബിൾ ചെയ്യത്തുള്ളൂ. VPN ആക്സസ് എനേബിൾ ചെയ്തുള്ളൂ. മനസ്സിലായോ? ഈ സമയത്ത് ഈ ഡാറ്റ മൊത്തം അവരുടെ കിട്ടുവാണ്. അവർക്ക് ഈ ഡാറ്റ കൊണ്ട് എന്തും ചെയ്യാം. ചിലപ്പം ചെയ്യാൻ പോകുന്ന ഇപ്പോഴല്ലായിരിക്കും. ചെയ്യാൻ പോകുന്ന നിങ്ങൾ ലോഗൗട്ടായി പോയി കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഡാറ്റ യൂസ് ചെയ്യാൻ പോകുന്നത്. ആ സമയം കൊണ്ട് നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് പോലും മറന്നുപോകും. മനസ്സിലായില്ലേ? അപ്പം ഇതെങ്ങനെയാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. സിംപ്ലി ഇത്രേ ഉള്ളൂ. VPN ആക്സസ് ചെയ്താൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫോണിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഭാവിയിലും അത് ഭയങ്കരമായിട്ടുള്ള ടെക്നിക്കൽ നമ്മളെ സൈബർ ക്രൈം വരെ നമ്മൾ ചെയ്യുന്നൊരു ഭാഗമായിട്ടാണ് VPN ആക്സസ് ചെയ്താൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് VPN ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് അതേ ബാൻ ചെയ്തിരിക്കുന്നതിന്റെ കാരണം. യെസ്, താങ്ക് യു സുബി. ഒറ്റ കൊട്ടേഷൻ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രൊഡക്റ്റ് ദെൻ യു ആർ ദ പ്രൊഡക്റ്റ്. ഡെഫിനറ്റ്ലി. Oh my God, thank you so നമ്മൾ നമ്മുടെ much. താക്കോലെടുത്ത് അവിടെ കൊടുക്കുവാണ്, എല്ലാം അവിടെ കൊടുക്കുവാണ്. മനസ്സിലായില്ലേ? എല്ലാം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ അവർ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ലൊക്കേഷൻ പോകുമ്പോൾ എവിടെയാണ് പോകുന്നത്, എന്താ പേ ചെയ്യാൻ പോകുന്നത്, ഏത് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസാണ് എൻട്രി ചെയ്യുന്നത്, സബ്മിറ്റ് അടിക്കുന്നത്, അത് എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് നേരെ ഡയറക്റ്റ്ലി കിട്ടും അവരുടെ കയ്യിൽ. മനസ്സിലായില്ലേ? ചില ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ഇപ്പം നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുവാണെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ OTP പോലും വേണ്ട, സെക്കൻഡ് ലെവൽ വെരിഫിക്കേഷൻ ഒന്നുമില്ല, കാർഡ് ഡീറ്റെയിൽസ് മാത്രം മതി. അപ്പം നിങ്ങളുടെ ഇത് മെസ്സേജ് പോലും വരത്തില്ല. മനസ്സിലായോ? ബാങ്ക് മെസ്സേജ് ഫെയിൽ ആവുകയാണെങ്കിൽ അതുപോലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല നിങ്ങൾ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഇത്രയും ടെക്നിക്കലി സൗണ്ട് ആയിട്ട് പോലും ഞങ്ങളുടെ ഒരു സെർവർ, ഒരു AWS സെർവറിൻ്റെ അകത്ത് ബിറ്റ്കോയിൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. അതായത് രാത്രി നമ്മുടെ 5 മണി തൊട്ട് 6 മണി വരെ സെർവർ വെയിക്ക് ചെയ്യുന്നു, ബിറ്റ്കോയിൻ മൈനിങ് നടക്കുന്നു, ആ ഡാറ്റ അവരെടുത്തുകൊണ്ട് പോകുന്നു, സെർവർ ഷട്ട് ഡൗൺ ചെയ്യുന്നു, എൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു, തിരിച്ചു പോയി കിടക്കുന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല. ഹിസ്റ്ററി എടുത്ത് പേയ്മെന്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയുള്ള മനസ്സിലായത് ഇങ്ങനെ ഇനിഷ്യേറ്റീവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത്രത്തോളം ടെക്നിക്കലി സൗണ്ട് ആയ ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ലേ, ഇത് പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും സാധാരണക്കാരുടെ അവസ്ഥ VPN ആക്സസ് ചെയ്യുമ്പോൾ.
തീർച്ചയായും sir. Thank you, Thank Subi. you for the insight. Yes, thank you Subi sir and thank you so much Hariprasad sir. Sir, one more question. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ I'll raise that question. ആർക്കെങ്കിലും? എന്തെങ്കിലും സില്ലി ആയി തോന്നുന്ന കാര്യങ്ങൾ പോലും സംശയം തോന്നുന്നത് ഓൺലൈനിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായും ചോദിക്കാവുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് റൈറ്റ് നൗ. ഇപ്പോൾ ചോദിച്ചാൽ ലൈക്ക് ഹി സെഡ് we can use the product rather than becoming a product ourselves. So be wise and be as silly as possible in asking questions. എന്ത് ചോദ്യം വേണമെങ്കിലും with regard to cyberspace ചോദിക്കാം. Anything. All right, I think I'll ask the question, sir. Sir? Yes. Sir, normally, for example, shopping, online shopping ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഓട്ടോമാറ്റിക് അപ്രൂവൽ ഓഫ് OTPs വരുമല്ലോ. It just enables us to take the OTP just like that and they approve everything and make the payment. And is that safe to let that automatic approval happen or അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ is that okay? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. നമുക്ക് മാനുവൽ എൻട്രി ചെയ്യുന്നത് തന്നെയാണ് സേഫ് എന്ന് സജസ്റ്റ് ചെയ്യേണ്ടി വരും. സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പിലൊക്കെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കിടക്കുക, വിൻഡോസ് പോലല്ല. അപ്പം നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പിന് മാത്രമാണ് ഇതിന്റെ ആക്സസ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവറ് പോലെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് എന്തിനൊക്കെ നമുക്ക് ഈ SMS ആക്സസ് ഉണ്ട്, SMS റീഡ് ചെയ്യാനുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കൺസേൺ ആണ്. വൺ സെക്കൻഡ്, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഫോണിൽ എല്ലാ മെസ്സേജും കിടക്കുവാണ്, ആ മെസ്സേജിൻ്റെ അകത്ത് എല്ലാ നമ്പറും കിടക്കുവാണ്, പേഴ്സണൽ മെസ്സേജ് എല്ലാം കിടക്കുവാണ്. അപ്പം ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു OTP റിക്വസ്റ്റ് കൊടുത്തു അല്ലെങ്കിൽ ആപ്പ് ഒരു ചെയ്തു, അവർ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നു നമ്മുടെ കോൺടാക്ട് ആക്സസ് അല്ലെങ്കിൽ SMS ആക്സസാണ് ചോദിക്കുന്നത്, നമ്മുടെ മെസ്സേജ് ആക്സസ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ സെൻഡർ നമ്പറും ആ മെസ്സേജും ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അവിടെ സെർവറിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായില്ലേ? ഉദാഹരണം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു, നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു SMS ആയിട്ട്, കൂടെ OTP മനസ്സിലായില്ലേ, കാർഡ് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു, അതിൻ്റെ CVV നമ്പർ അയച്ചു കൊടുത്തു, അതിൻ്റെ പുറകിൽ കാണുന്ന 3 നമ്പർ അതും അയച്ചു കൊടുത്തു, എക്സ്പയർ ഡേറ്റും അയച്ചു കൊടുത്തു. ഈ സൈറ്റിന് ഈ ഡീറ്റെയിൽസ് എല്ലാം ഡയറക്റ്റ്ലി കിട്ടുവാണ് മെസ്സേജ് ആക്സസ് കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് അറിയാമല്ലോ, ഈ SMS ഫുൾ ഹിസ്റ്ററിയാണ് അവിടെ പോകാൻ പോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഹരി, സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് പുള്ളിയുടെ SMS ഡാറ്റ പോയി, മൊത്തം പോയി. പക്ഷെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടി. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പുള്ളിയുടെ മെസ്സേജ് മൊത്തം റിട്രീവ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പം ആലോചിച്ച് നോക്കിയേ, പുള്ളിയുടെ ഡാറ്റ പോയിട്ടും ഞങ്ങളുടെ ഡാറ്റ ഉണ്ടായിരുന്നു. ഒരൊറ്റ OTP എനേബിൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു ലിങ്കാണ്, ഒരു അൺഓതറൈസ്ഡ് ആയിട്ട്, അൺഓതറൈസ്ഡ് അല്ല, വെരിഫൈ ചെയ്യാത്ത സമയത്ത് ഞങ്ങൾ ഫുൾ ഡാറ്റ എടുത്തു, ഡാറ്റയ്ക്ക് വേണ്ടി ട്രയൽ റൺ നടത്തിയാണ്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഡാറ്റ ഫോൺ പോയി, കുറച്ച് മെസ്സേജസ് അതിനകത്ത് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. ആ മെസ്സേജസ് ഒരു കാലം കഴിഞ്ഞപ്പോൾ എന്നോട് ജസ്റ്റ് ചോദിച്ചു ഇങ്ങനെ പോയി എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഹിസ്റ്ററി ഉണ്ട്, ഡാറ്റാബേസ് നോക്കിയപ്പം ഒരു 3 മിനിറ്റത്തെ കാര്യമുള്ളൂ, എനിക്ക് ഫുൾ ഡാറ്റ ആരെ അയച്ചു, എപ്പോൾ അയച്ചു എന്നുള്ള ഫുൾ ഡാറ്റ വിത്ത് ടൈം സ്റ്റാമ്പ് ഡാറ്റ ഫുള്ള് ക്യാപ്ചർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുമല്ലോ ഈ പറയുന്ന ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് എത്രമാത്രം ഡാറ്റ ക്യാപ്ചർ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളൊരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, സ്വന്തം ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോൺ ബുക്ക് അല്ല, നമ്മുടെ ഗാലറി എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എൻറ്റയർ പേഴ്സണൽ ഫോട്ടോസ് ഫുൾ അവർക്ക് എടുത്തുകൊണ്ട് പോകാം. ആ സമയത്ത് എല്ലാവർക്കും എടുക്കുന്നത്. ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ സ്ലീപ്പ് ആവുന്ന ടൈമിൽ, ഇന്ത്യൻ ടൈം 2 മണി തൊട്ട് 3 മണിക്കായിരിക്കും ഫുൾ ഡാറ്റ റിട്രീവ് എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായില്ലേ? എൻറ്റയർ ഒരു സ്ക്രീൻഷോട്ട് പോലും ഇല്ലാതെ എൻറ്റയർ ഡാറ്റ എടുത്തുകൊണ്ട് പോരും. അപ്പം അതിൻ്റെ ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഞാൻ സെഷന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഈ പറയുന്ന സാധനം മുഴുവൻ പഠിച്ചു വെക്കാൻ സാധാരണക്കാരന് പറ്റില്ല. നമുക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ജീവിക്കാൻ വേണ്ടി മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. Sad but true. Yes, sir. Sir, a last question. Okay,
ഇപ്പം നമ്മൾ Second last question, Anjali. യെസ് മാഡം, പ്ലീസ് ഗോ അഹെഡ്. Okay, please go ahead. ഞാൻ ലാസ്റ്റ് ചോദിക്കാം. All right. Okay. So for example, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് റീസെന്റ് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ നമ്മള് സ്റ്റോറീസ് കണ്ടു പോകുമ്പോൾ യു സി ആഡ് ഓരോരോ ഓൺലൈൻ ഷോപ്പുകളുടെ ഒക്കെ, ഫോർ എക്സാമ്പിൾ മേക്കപ്പ് ഐറ്റംസ്, ഇത്ര ഡിസ്കൗണ്ട്, ഷോപ്പ് നൗ, ആൻഡ് യു സ്വൈപ്പ് അപ്പ് ആൻഡ് ഇറ്റ് വിൽ റീഡയറക്ട് യു ടു ഒരു ഇൻസ്റ്റഗ്രാം പേജ്. അവിടെ ഇതിനൊക്കെ ഇതുണ്ട്, ആൻഡ് ദെൻ യു മേക്ക് എ പേയ്മെന്റ്, യു ഗെറ്റ് എ മെയിൽ. അത് കഴിഞ്ഞിട്ട് വൺസ് യു മേക്ക് ദ പേയ്മെന്റ് ആൻഡ് യു ഫീൽ എവറിത്തിങ് ഇസ് ജെനുവിൻ, യു സി പീപ്പിൾ കമന്റിങ്, അതിനകത്ത് കമന്റ് ഉണ്ടാവും. ആ പേജസ് വിൽ സീം വെരി ജെനുവിൻ ടു യു. ഒത്തിരി ആൾക്കാർ ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. And she bought something for 1,500 rupees. She got a mail of confirmation and shipping details and things like that. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 days കഴിഞ്ഞ് ഒന്നും ഇൻഫർമേഷൻ ഒന്നും വരുന്നില്ല, മെസ്സേജസ് ഒന്നും വരുന്നില്ല. അങ്ങനെ അവള് നോക്കുമ്പോൾ ആ പേജ് ഇസ് നോട്ട് ദെയർ. ആ മെയിൽ മാത്രമല്ല, ആ മെയില് അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു. സോ അങ്ങനെ എന്തെങ്കിലും, if we get cheated commercially on commercial sites like this, is there a way ഈ കംപ്ലൈന്റ് റേസ് ചെയ്താൽ എത്രത്തോളം പോസിബിൾ ആണ് that we will get justice, അല്ലെങ്കിൽ is it a stupid mistake that we'll have to regret and be careful on? എങ്ങനെയാണ്, how does that work? ഇതിന് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസൊക്കെ പറയുന്നുണ്ട് കംപ്ലൈന്റ് കൊടുക്കാം, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ക്രൈംസ് ഒക്കെ കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ സാഡ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ്. പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് പരാതി എഴുതി കൊടുക്കുന്ന മൊമെന്റ് തൊട്ട് നമ്മൾ ഡിസ്കറേജ് ചെയ്യും. ഒരു പ്രയോജനം ഇല്ലാന്ന് അവരെന്നെ നമ്മളോട് 10 തവണ പറയും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പ്രോസസ് ചെയ്യണം, പ്രോസസ് ചെയ്തിട്ട് അവർക്ക് FIR ഇടണം, അവർക്ക് ഒരുപാട് വർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരപ്പൊ തന്നെ, നിങ്ങൾ വെറുതെ പോയി ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി, പോലീസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസ് അതാണ്. അപ്പൊ നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിവ്യൂസ് ഒക്കെ എഴുതിയേക്കുന്ന സാധനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അത്യാവശ്യം ഇപ്പൊ നമുക്കൊരു ആമസോണിൽ നിന്ന് ഒരു പരിധി വരെ പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് മേടിക്കാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാം. പക്ഷെ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഷോപ്പിംഗ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് കോൺഷ്യസ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു ടെക്നിക്കൽ സൈറ്റിൽ നമുക്കൊന്നും ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനൊന്നും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ നല്ല സൈറ്റുകൾ മാത്രം, റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥാനങ്ങൾ മാത്രം, അത് നമ്മൾ സാധാരണ നമ്മുടെ റിയൽ ലൈഫ് സ്ഥാനങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മതി. നമ്മൾ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാനൊരു ലൂയിസ് ഫിലിപ്പിയുടെ ഷർട്ട് മേടിക്കുകയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ അതേപോലത്തെ തന്നെ ഒരു ഷർട്ട് എനിക്ക് ഫുട്പാത്തിൽ നിന്ന് കുറച്ചുകൂടി വില കുറച്ചൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മേടിക്കുമ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട്. ആ റിസ്ക് ഇവിടെയും ഇൻവോൾവ് ആണ്. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷെ നമ്മളതിന്റെ പുറകെയൊക്കെ നടന്നാൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ ഇതുവരെ നമ്മൾ ഡീൽ ചെയ്തേക്കുന്ന പല ആളുകളുടെ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പ്രയോജനം ഉണ്ടാകും അവിടെ എന്തായാലും വളരെ ക്രിമിനൽ കേസുകൾ, ഇപ്പം ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റേപ്പ് ചെയ്യപ്പെടുക, ഇങ്ങനത്തെ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം സീരിയസ് ആയിട്ട് എടുക്കുക. അല്ലാതെ ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും ഇവർ നോക്കില്ല. ഇപ്പൊ റീസെന്റ് കോട്ടയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് പറയാം. കോട്ടയത്ത് ഉണ്ടായ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. അപ്പം അവിടുന്ന് നേഴ്സാണ്. അപ്പൊ അവർക്ക് ഓസ്ട്രേലിയക്ക് ജോബ് വിസ കിട്ടി, ഓസ്ട്രേലിയയിൽ പോകാൻ പോവാം. അപ്പൊ പുള്ളിക്കാർ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ മരുഭൂമിയിൽ നിന്നും കങ്കാരുക്കളുടെ നാട്ടിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടു. നാട്ടിലെത്തിയപ്പം ഇവർക്ക് ഒരു മെയിൽ വന്നു, ഒരു ഫേക്ക് മെയിലായിരുന്നു. അതായത് ഓസ്ട്രേലിയൻ എംബസിയിൽ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ തന്നെ ചെന്നൈയിലെത്തണം, ചെന്നൈയിലെ ഓസ്ട്രേലിയൻ എംബസിയുടെ ഓഫീസോ അവിടെ ഇങ്ങോട്ട് എത്തണം എന്ന് പറയുന്ന ഒരു മെയിൽ വരുന്നു. ഈ മെയിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ സപ്പോർട്ട് പോലത്തെ ഒരു എന്തൊരു സംഭവം, സ്കൈപ്പ് ID എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇവർ കോൺടാക്ട് ചെയ്തു. പെട്ടെന്ന് പാനിക് എന്നാ വെച്ചാൽ ഇവര് സ്വപ്നം കിട്ട് നിൽക്കുകയാണല്ലോ ഓസ്ട്രേലിയ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ എടുക്കണം, കോവിഡിന്റെ ഒക്കെ സിനാരിയോയില് ഒരു ഇമ്മീഡിയറ്റ് മെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട്
ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പം ഈ എക്സിക്യൂട്ടീവ് പറയാണ് ഞാൻ ശ്രമിച്ചു നോക്കാം ഓൺലൈനായിട്ട് മെഡിക്കൽ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഓൺലൈനായിട്ട് മെഡിക്കൽ എടുക്കാൻ സഹായിക്കുകയാണ്. മെഡിക്കൽ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് നമ്മുടെ ബോഡി എക്സാമിനേഷൻ, വെജൈനൽ എക്സാമിനേഷൻ, ഈ സാധനമൊക്കെ ഓൺലൈനിൽ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഈ പെൺകുട്ടി ചെയ്യാൻ സമ്മതിച്ചു കൊടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് ഓസ്ട്രേലിയൻ എംബസിയുടെ ഡോക്ടറാണെന്നാണ്. ഒരു ക്യാമറ ഒന്നും ഓൺ ചെയ്യുന്നിട്ടില്ല മറ്റേ ഡോക്ടർ. ഇത് ചെയ്തു, പുള്ളിക്കാരിക്ക് ഡൗട്ട് ഒന്നുമില്ല. പിറ്റേ ദിവസം അടുത്ത കോള് വരികയാണ് ഇവർക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെർവറിൽ സേവ് ആയിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പം കുട്ടിക്ക് ബൾബ് കത്തി. കുട്ടി ഉടനെ പോലീസിൽ കോൺടാക്ട് ചെയ്തു, കോട്ടയം DSP ഓഫീസിൽ കോൺടാക്ട് ചെയ്തു. അവര് തപ്പിപ്പിടിച്ച് പോയപ്പം ഒരു വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരു 18 വയസ്സുള്ള പയ്യനാണ്. വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നല്ല, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 18 വയസ്സുള്ള IT കമ്പനി എന്തോ ഒരു സാധനം ചെയ്യുന്നത് 18 വയസ്സുള്ള ഒരു പയ്യനാണ്. ഇവനാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ചു സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തു. ഇങ്ങനത്തെ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസ് ഇടപെടുന്നുണ്ട്. നമുക്ക് പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കേസസ് അത്ര മാത്രമാണ് ഈ ഫിനാൻഷ്യൽ ക്രൈംസ് എന്ന് പറയുന്ന സാധനം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് സർ. അതാണ് നമ്മുടെ പ്രഭ മാഡം. യെസ് സർ, താങ്ക് യു സോ മച്ച്. ഹൈലി ഇൻഫർമേറ്റീവ്. അത് ആദ്യം പറയട്ടെ. എക്സ്പെഷ്യലി ആ എക്സാമ്പിൾസ് പറഞ്ഞത് കൊണ്ട് വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. താങ്ക് യു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫോൺ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്താലൊക്കെ വിൽ ഇറ്റ് മേക്ക് എനി ഡിഫറൻസ്? നത്തിങ് വിൽ ഹാപ്പൻ. നിങ്ങൾ വീട് അടച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വീട് തുറക്കുന്ന ലെവലിൽ പോലെ തന്നെ ഉള്ളൂ. പെർമിഷൻ, സിമ്പിൾ ഒരു കാര്യം പറയാം. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പെർമിഷൻ കൊടുക്കരുത്. ആവശ്യമുള്ള കാര്യത്തിന് മാത്രം പെർമിഷൻ കൊടുക്കാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു KFCയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർ നമ്മുടെ കോൾ ആക്സസിന്റെ ആവശ്യമില്ല, SMS ആവശ്യമുണ്ട് ആക്സസ് ഇല്ല, അവർ നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ നമ്മുടെ കോണ്ടാക്ട് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൊക്കേഷൻ ചിലപ്പോൾ ആക്സസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം. എന്തിനു വേണ്ടി? നമ്മുടെ അവർ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ എടുക്കാൻ വേണ്ടി ലൊക്കേഷൻ ആക്സസ് ഉണ്ടാവാം. ഒരു കാരണവശാലും ബാക്കിയുള്ള ആക്സസ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ആക്സസ് കൊടുത്താൽ അവിടെ കിടക്കും. ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഫോൺ എല്ലാവരും 1 മാസം കൂടുമ്പോഴും ഞാൻ റിമൈൻഡർ സെറ്റ് ചെയ്ത് എൻ്റെ ഫോണിന്റെ പെർമിഷനോട് ചെക്ക് ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ സെക്യൂർ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക, എന്തൊക്കെ എനേബിൾ ചെയ്യണമെന്ന് നോക്കുക കറക്റ്റ് ആയിട്ട്. ഈ ഇടയ്ക്ക് ഒരു ഇൻഫർമേഷൻ. പ്ലീസ്. ഹലോ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു സർ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിന് മുമ്പ് ഹരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു കങ്കാരു മറ്റേ ഓസ്ട്രേലിയ പോകുന്ന കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചില്ലേ? അതിന്റെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. ഇഫ് യു ക്യാൻ ഏബിൾ ടു ഗിവ് മീ ദ സ്ക്രീൻ ഷെയർ, എനിക്ക് കാര്യം പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു എളുപ്പമായിട്ട്. ഹലോ, കേൾക്കാമോ? ഷിനോജിന് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു ഹരി. ഒരു വെളിയിലത്തെ ഒരു കമ്പനി ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അപ്പൊ പുള്ളി ഒരു ഓഫർ ലെറ്റർ എനിക്ക് അയച്ചു വന്നിട്ട് പറഞ്ഞു ഇത്ര പൈസ കൊടുക്കാൻ പോവാണ്, നീ ഒന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പം സ്ക്രീൻ ഓപ്ഷൻ തരുവാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓഫർ ലെറ്ററിന്റെ അകത്ത് താഴെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മെയിൽ ID, ഒരു കമ്പനിയാണ്. ആ കമ്പനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത കമ്പനി ഡീറ്റെയിൽസ് എല്ലാം കിട്ടും, എല്ലാം ജെന്യുവിനാണ്. ആ മെയിൽ ID നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഡൊമൈൻ പാർക്ക് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പം സംതിങ് ഹരി @vstar.com, ആ vstar.com എന്നുള്ളത് ഒരു ഡൊമൈനാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഡൊമൈൻ ഇല്ല. കറസ്പോണ്ടിങ് ആയിട്ട് ആ പറഞ്ഞേക്കുന്ന കമ്പനിയിൽ ഞങ്ങളൊരു മെയിൽ അയച്ചു. മെയിൽ അയച്ചപ്പം അങ്ങനെ ഒരു ഓഫർ ലെറ്ററോ കാര്യങ്ങളോ ആ കമ്പനി അയച്ചിട്ടേ ഇല്ല എന്നൊരു മെൻഷൻ ചെയ്തു. മനസ്സിലായില്ലേ? സാധാരണ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ ഓഫർ ലെറ്റർ കിട്ടി കഴിയുമ്പോൾ നേരെ അവർ പറഞ്ഞ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കാനുള്ള പരിപാടി നോക്കും. ഏകദേശം $2000 കണ്ട് ഇടാൻ പറഞ്ഞു. നല്ലൊരു എമൗണ്ട് ആണ്. കണ്ണു മടച്ച് നേരെ പോയി പേ ചെയ്താൽ നേരെ വെബ്സൈറ്റ് ഉണ്ടോ നോക്കി പേ ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ ജെനുവിനിറ്റി കൂടി നോക്കാനുള്ള ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ പേ ചെയ്യുമ്പോൾ, ഓൺലൈനായിട്ട് പേ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയി കൺഫർമേഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു ദിവസം വൈകുമായിരുന്നെങ്കിൽ പുള്ളിയെ $2000 പോയി കിട്ടിയാനെ. മനസ്സിലായില്ലേ? സിമ്പിൾ. ഞാൻ ഈ ഡൊമൈൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഡൊമൈനേ ഇല്ല. മെയിൽ അയച്ചു. ഞാൻ പുള്ളിക്ക് മെയിൽ അയക്കാനുള്ള കണ്ടന്റ് പറഞ്ഞു കൊടുത്തു. പുള്ളി ആ മെയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിലിലോട്ട് മെയിൽ അയച്ചപ്പോൾ അവർ കൺഫേം ചെയ്ത് പറഞ്ഞു ഇങ്ങനെ ഒരു മെയിൽ അഡ്രസ്സും ഇല്ല, ഇങ്ങനെ ഓഫർ ലെറ്റർ ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടില്ല, ഒരു കാരണവശാലും ഞങ്ങൾ എക്സ്റ്റേണൽ പാർട്ടിക്ക് ഇങ്ങനെ ഓഫർ ലെറ്റർ മെയിൽ അയക്കാനുള്ള പെർമിഷൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു.
ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പുള്ളി 2000 USD പോയി കിട്ടിയത്. 2000 USD എന്ന് പറയുമ്പോൾ എത്ര രൂപ ആലോചിച്ചു നോക്കി. ഏകദേശം ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ 40,000 രൂപ പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാത്തിനെയും ഒരു സംശയത്തിന്റെ കണ്ണിൽ മാത്രം നോക്കിക്കാണുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സുബി ഒരു ടെക്കിയാണ്, മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഇൻ വെബ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ് ആണോ. അവരുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഡൊമൈൻ, ഒരു മെയിൽ ഐഡിയുടെ ഡൊമൈൻ എന്താണ് എന്നുള്ളത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേര് ഇപ്പം ഈ ഒരു ഫ്ലോറിലുണ്ടാവും. അപ്പം നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ. സിമ്പിൾ ആയിട്ട് കാര്യം പറയാം, ഞാൻ എപ്പോഴും ലാപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ മാക്ബുക്ക് ആണ്. ഈവൻ മാക്ബുക്കിന്റെ വരെ ഞാൻ ക്യാമറ സെക്ഷന്റെ മേളിൽ ഒരു വൈറ്റ് സ്റ്റിക്കർ ഒടിച്ചേക്കുക, ആവശ്യമുള്ള മാത്രം അത് മാറ്റുന്നു, തിരിച്ചു വെക്കുന്നു. സീരിയസ്ലി പറയാം, ലിറ്ററലി. ഞാൻ മാക് യൂസ് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് 8 years ആയി. ബാക്കിയുള്ള ലാപ്പിന് പോരാ എന്നുകൊണ്ടാണ് മാക് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പോലും എനിക്ക് സെക്യൂരിറ്റി ബ്ലീച്ചസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു സ്റ്റിക്കർ എടുത്ത് ഈ പറഞ്ഞ ക്യാമറകൾ ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിള്ളേരുടെ കയ്യിൽ ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ വഴി ഉറപ്പായിട്ടും വീഡിയോ ആക്സസ്, ക്യാമറ ആക്സസ് ചോദിക്കും. നമ്മൾ അറിയാതെ തന്നെ എല്ലാം റെക്കോർഡിംഗ് ആയിരിക്കും. നിങ്ങളുടെ ഫോണിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഇതിലുള്ള 26 പേരിൽ ഞാൻ പറയാം, മിനിമം 2-3 പേരുടെ ക്യാമറ അൺവാണ്ടഡ് ആയിട്ട് ഇപ്പൊ തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവാം. പെഗാസസ് പോലെ വലിയ ആപ്ലിക്കേഷൻ കുറിച്ച് മാത്രമേ ന്യൂസ് വരുന്നുള്ളൂ. ഇതുകൊണ്ടാണ് തുടക്കത്തില് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു തന്നത്. ഫ്ലിപ്കാർട്ടിൽ സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ക്യാമറയ്ക്കുള്ള ക്യാപ്പ്. നമ്മളെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് ബിരിയാണി വേണം, അല്ലെങ്കിൽ ഐ വാണ്ട് ബിരിയാണി എന്നൊരു 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോക്കിക്കൂ, നിങ്ങൾ എക്സാമ്പിൾ നോക്കിയോ, സ്വിഗ്ഗി പോലുള്ള കാര്യങ്ങൾ അടുത്തൊരു 2 yearsനുള്ളിൽ ബിരിയാണിയുടെ പ്രൊമോഷൻ കാണിച്ചിരിക്കും, നിങ്ങളെ കൊണ്ട് ഫുഡ് മേടിപ്പിച്ചിരിക്കും. ഗൂഗിള് ഫുൾ ഡാറ്റ എടുക്കുന്നുണ്ട്. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡാറ്റ, വോയിസ് ഡാറ്റ ഞങ്ങൾ എടുക്കുന്നുണ്ടെന്ന്. സിമ്പിളായിട്ട് പറയാം, അടുത്ത 2 വർഷത്തിൽ വരാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസ് സ്വാധീനിച്ചിരിക്കും. നിങ്ങൾക്കൊരു ബിരിയാണി വേണം, ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ എന്താ പറയുക, ഒരു ഫ്രൈഡ് റൈസ്, ഐ വാണ്ട് ടു പ്രിപ്പയർ എ ഫ്രൈഡ് റൈസ് ഓൺലി, ഓർ ഫ്രൈഡ് റൈസിന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ള വീഡിയോ, പ്രിപ്പറേഷൻ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. നിങ്ങൾ ശ്രമിച്ചു നോക്കും, ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അടുത്തൊരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ യാദൃശ്യമായി യൂട്യൂബ് തുറക്കുമ്പോൾ കാണാനിടയാകുന്നുണ്ട്. ഇപ്പോഴേ അവർ അതിൻ്റെ R&D സ്റ്റാർട്ട് ചെയ്ത് അത് ഇംപ്ലിമെന്റേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലാവും. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സെക്യൂരിറ്റി ബ്ലീച്ച് എവിടം വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഇന്റർനെറ്റ് എന്നുള്ള ഒരു ഇത്. Right, sir. Sirne co-host ആക്കിയിട്ടുണ്ട്. Subi sir, if you want to share something and show us, you can. ഓഡിയോ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ അഞ്ജലി? Yes sir, കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ഓൾസോ നമ്മൾ 1 hour സെഷൻ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ഇറ്റ്സ് ഓൾറെഡി എക്സീഡഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സുബി സർ വി വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ, അല്ലേ സർ? Yes, and I believe sir, would you like to share something and show us, or okay, the message. So yeah, Karthik here.
സോ ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ട് എന്താ പറയാ, പല എക്സാമ്പിൾസ് നമ്മൾ എന്താ പറയാ മൂവീസിലും ഇതിലും കാണുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വ്യക്തമായ ഐഡിയ ഇപ്പോൾ ഐ മീൻ യു ഗെറ്റ് ദ ഹോൾ പിക്ചർ വാട്ട്സ് റിയലി ഹാപ്പനിങ് എന്നുള്ളത്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പോൾ ടെലഗ്രാം അല്ലെങ്കിൽ ഡിസ്കോർഡ് പോലുള്ള ആപ്സ് യൂസ് ചെയ്യുമ്പോൾ യു ഹാവ് മെനി ചാനൽസ് ആൻഡ് കുറെ മീഡിയ അല്ലെങ്കിൽ കുറെ ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഹൗ സേഫ് ഇറ്റ് ഈസ് ടു ഡൗൺലോഡ് കണ്ടന്റ്? ഒരു മ്യൂസിക് ചാനൽ ആയാലും അല്ലെങ്കിൽ മൂവീസ് ചാനലൊക്കെ അതിലുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പ്രവണത ഇപ്പോൾ കൂടുതലാണുള്ളത്. കുറെ സീരീസ് ആയാലും ശരി, മീഡിയ വാട്ട് എവർ ഇസ് അവൈലബിൾ, ഇറ്റ്സ് വൈഡ് സ്പ്രെഡ്. പൈറസി പോലുള്ള കാര്യങ്ങൾ വൈഡ് സ്പ്രെഡ് ആണ്. സോ ഹൗ സേഫ് ഇറ്റ് ഈസ് ടു യൂസ് ദീസ് ചാനൽസ് ബേസിക്കലി? സേഫ് അല്ല ആക്ച്വലി. നമുക്ക് ടെലഗ്രാമിൽ കൂടെയൊക്കെ മൂവീസ് ഡൗൺലോഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ കൂട്ടത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈവൻ ഒരു ജിഫ് ഫയലിനകത്ത് അടക്കം നമുക്ക് പല സാധനങ്ങളും കയറ്റി വിടാൻ വേണ്ടി സാധിക്കും. സോ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഇപ്പം പഴയ പോലല്ല, ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ പ്ലാറ്റ്ഫോംസ് തന്നെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും സേഫ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ പൈറേറ്റഡ് കണ്ടന്റ് ആണ് ഇവർക്ക് ഉള്ള ബാക്ക് ഡോർ എന്ന് പറയുന്നത്. ഇത്തരം ക്രൈംസിലേക്കുള്ള എൻട്രി പോയിന്റ് പലപ്പോഴും ഇത്തരം പൈറേറ്റഡ് ആപ്പുകളും പൈറസി കണ്ടന്റുമാണ്. അപ്പം അതെടുക്കുന്ന സമയത്ത് സാർ ഇപ്പോൾ ഒരു പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു 15 ഡൗൺലോഡ് ബട്ടൺ കാണും ഒരു സ്ക്രീൻ. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഡൗൺലോഡ് ബട്ടൺസ് ആണ്. ഇത് ഏത് ഡൗൺലോഡ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ആ പാക്കേജിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്. അപ്പൊ ഒരു നിവർത്തി ഉണ്ടെങ്കിൽ പൈറേറ്റഡ് കണ്ടന്റുകൾ എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ലൈക്ക് യു സജസ്റ്റഡ്, ഒരു ആന്റിവൈറസ് യൂസ് ചെയ്യുന്നുള്ളത് എത്രത്തോളം അത് സേഫ് ആണ്? ഫോർ ഇൻസ്റ്റൻസ് ഒരു കാസ്പർസ്കി പോലെ ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് ആന്റിവൈറസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹൗ സേഫ് ഇറ്റ് ഇസ്? ഇതുപോലത്തെ ഒരു മാൽവെയർ ആയാലും ശരി, ട്രോജൻ ഫയൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് even if you download, how safe it is to entrust your security to such an antivirus software? പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം ആന്റിവൈറസ് ആപ്പുകൾ വളരെ കോമൺ ആയിട്ടുള്ള ചില ട്രോജനൊക്കെ പോലത്തെ ചില അങ്ങനത്തെ വൈറസുകളൊക്കെ ഡിറ്റക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം ക്യാമറ ആക്സസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊന്നും അത്ര ഈസി ആയിട്ടൊന്നും അവർ എടുക്കുന്നത് കാണുന്നില്ല. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാകുന്നത് കാണുന്നില്ല. ഒരാൾ നമ്മളെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും വലിയ പ്രയോജനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. എപ്പോഴും അതിൽ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ് മാക് അല്ലെങ്കിൽ ലിനക്സ് ഒക്കെ ഉപയോഗിക്കുക. വിൻഡോസിനകത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം വൻ കോമഡിയാണ്. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മാക് അല്ലെങ്കിൽ ലിനക്സ് പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് മോർ ദാൻ ആന്റിവൈറസിനേക്കാളും നല്ല ഓപ്ഷൻ. എക്സ്ക്യൂസ് മീ, ലിനക്സ് ആണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യാം. ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം സിസ്റ്റത്തിന്റെ ആന്റിവൈറസും ഉണ്ട്, ഇന്റർനെറ്റ് ആന്റിവൈറസും ഉണ്ട്. ഇന്റർനെറ്റ് ആന്റിവൈറസിന്റെ ആണ് ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിനെല്ലാം ഡാറ്റ ഫീഡ് ചെയ്യുന്ന വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇന്നൊരു വെബ്സൈറ്റ് നിന്റെ ഒരു മാൽവെയർ അറ്റാക്ക് വരുന്നുണ്ടെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്നത്. ആ ഡൊമൈൻ ഒന്ന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ആന്റിവൈറസ് ഈ പറയുന്ന URL എടുത്തു പോകും. മനസ്സിലായില്ലേ? സെക്യൂരിറ്റി ബൈപ്പാസ് ഉറപ്പായിട്ടും ബൈപ്പാസ് ആവും. അപ്പം മാക്സിമം ആ ഡൗൺലോഡ് അവോയ്ഡ് ചെയ്യുക. ഓരോന്നും റൺ ചെയ്യുമ്പോൾ ഓരോ ക്ലിക്കും നമ്മൾ കൊടുക്കാനുള്ള മാർഗമാണെന്ന് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ ഹരി പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് പണി ഇപ്പൊ വരും, അടുത്ത ക്ലിക്കിൽ ഇപ്പൊ വരും. അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. നമ്മൾ പറയില്ല നാളെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കണം എന്ന് പറയില്ല. അതുപോലെ നമ്മളിപ്പോ ഹാക്ഡ് ആണ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ ഓൺലൈൻ സ്പേസ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്കൊന്നൊരു സാധാരണ ഒരു ആക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് ഒരു ഫീച്ചർ വന്ന് കയറി ഇന്റർനെറ്റ്, അത് മാത്രമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള സംഭവത്തിന്റെ ഇടയ്ക്ക് വലിയൊരു കളിപ്പാട്ടം നമ്മളെ കളിക്കാൻ തോന്നുന്നു. ഒരു AK-47 നമ്മളെ കളിക്കാൻ തോന്നുന്നു. അത് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നോക്കിക്കൊണ്ട് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ തിരിച്ചുറപ്പായിട്ടും റീഫയർ നമുക്ക് കിട്ടിയിരിക്കും 100%. പിന്നെ വേറൊരു സാധനം ക്ലാരിഫൈ ചെയ്യുന്ന എന്താ പറയാ, ഒരു ടെഡ് ടോക്ക് ഞാൻ കാണാനിടയായി. ഇറ്റ്സ് അബൌട്ട് ഓൾ ദീസ് സ്മാർട്ട് ഡിവൈസസ് ആൻഡ്
അവരെങ്ങനെയാണ് ഇതിന്റെ ഡാറ്റ ബാങ്കിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ യൂസർ ഡാറ്റ അവൈലബിലിറ്റി ഒക്കെ അവരെങ്ങനെയാണ്, ഐ മീൻ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഫോർ ഇൻസ്റ്റൻസ് മ്യൂസിക് ആയാലും പോലും നമ്മുടെ പേഴ്സണൽ ടേസ്റ്റ്, നമ്മുടെ പ്രിഫറൻസസ് എന്തൊക്കെയാണ് അവർക്ക് ഫീഡ്ബാക്ക് ഡാറ്റ പോലെ കിട്ടുന്നത് യൂസിങ് എന്താ പറയാ നമ്മുടെ വൈഫൈ മീറ്റേഡ് കണക്ഷൻസ് യൂസ് ചെയ്തിട്ട് എത്രയാണ് അവര് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് പെർ മിനിറ്റ് അല്ലെങ്കിൽ ഈ ഡാറ്റ ട്രാൻസാക്ഷൻസ് വഴി ഇവർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഇവർ കളക്ട് ചെയ്യുന്നത്. സോ അതിനൊക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വല്ല പോസിബിലിറ്റീസ് ഉണ്ട്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് സ്മാർട്ട് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ എക്കോ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ക്രോംകാസ്റ്റ് പോലത്തെ ഡിവൈസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വൈഫൈ ഈ ഒരു ഡാറ്റ ബ്രീച്ച് നമുക്ക് പേഴ്സണലായിട്ട് തടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ഇറ്റ്സ് എ വെരി എന്താ പറയാ പ്രസിംഗ് ക്വറി എന്ന് എനിക്ക് തോന്നുന്നു. സർ ആക്ച്വലി ഞാൻ അതിനെ കാണുന്ന വേറൊരു പെർസ്പെക്റ്റീവിലാണ്. ഇപ്പം ഗൂഗിള് നമ്മുടെ ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആമസോൺ അലക്സ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ആ സാധനം ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പം യൂട്യൂബിൽ നമുക്ക് ഓട്ടോ സജഷൻ തരുന്നുണ്ടല്ലോ, നമ്മൾ യൂട്യൂബിന്റെ ഹോം പേജ് ഉണ്ടെങ്കിൽ നമുക്ക് സജഷൻ തരുന്നുണ്ടല്ലോ. നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ബ്രീച്ച് അല്ല അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ പെർസ്പെക്റ്റീവ്. എന്ന് വെച്ചാൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ആഡ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് വേണ്ട കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും സാർ. നമ്മൾ പണ്ട് ടെലിവിഷനിലെ ആഡ് കാണുന്ന പോലെ അല്ല ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ ആഡ് കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനത്തിന്റെ ആഡ് മാത്രമേ നമ്മൾ കാണൂ. പേഴ്സണൽ പ്രിഫറൻസസ് വെച്ച് ടാർഗറ്റ് ചെയ്യുന്നതാണ്. യെസ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റില് നമ്മുടെ ഡേറ്റ അവർക്ക് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവരെടുക്കുന്നത് കൊണ്ട് മീൻസ് നമ്മുടെ ഒരു പ്രൈവസിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഹാംഫുൾ അല്ല, നമുക്കതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെതിരെ ഈ പറയുന്ന പോലെ നമുക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ അടുത്തോടെ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ നമ്മുടെ ഇൻഫർമേഷൻ, ഇപ്പം ഇടയ്ക്ക് ഒരു ചോദ്യം വന്നു, ഈ ഹൗ സേഫ് ആർ ഹെൽത്ത് ആപ്സ് എന്ന് പറയുന്നത്. നമുക്ക് സേഫ് ആണെന്ന് ചോദിച്ചപ്പോ നമ്മുടെ എന്താ SOP മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, ഓക്സിജൻ ലെവല്, അതല്ലെങ്കിൽ നമ്മുടെ പ്രഷർ, ഈ സാധനമൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നാളെ ചിലപ്പം വേറൊരു തരത്തിൽ ചിന്തിച്ചു നോക്കി. അതായത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പൾസ്, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ സ്ലീപ്പ് ഹാബിറ്റ്സ് ഒക്കെ അതൊരു ഡേറ്റ അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അസുഖങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഇതിന്റെ ഒരു വേറൊരു സൈഡ് കൂടെ ഉണ്ട്. അപ്പം ആ സൈഡിനും ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പം ഞാനിപ്പം ഡേറ്റ ഗൂഗിൾ ഉപയോഗിക്കുന്നതിനെയോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനെയോ ഒന്നും നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കാനുള്ളത് നടക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ക്രൈംസ് ഉണ്ടല്ലോ, സോ കോൾഡ് മറ്റേ ഹാക്കിങ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹണി ട്രാപ്പ്, ഈ കൈൻഡ് ഓഫ് സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേത് നല്ലതിനാണെന്ന് വിശ്വസിച്ചത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഈ ഡാറ്റ മുഴുവൻ എടുക്കുമല്ലോ. സോറി ടു ഇന്ററപ്റ്റ്, പക്ഷെ സാറ് പറഞ്ഞ പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ആസ്പെക്ട് കൂടി അതിലേക്ക് വരുന്നില്ലേ എന്നുള്ള ഒരു പ്രസിംഗ് ക്വറി ഉണ്ടല്ലോ സാർ നേരത്തെ പറഞ്ഞ പോലെ. ഫോർ ഇൻസ്റ്റൻസ് എന്താ പറയാ, സൈക്കോളജിക്കലി നമ്മുടെ പ്രിഫറൻസസ് ഇൻഫ്ലുവൻസ് ചെയ്യുക. അതേപോലെ ഡെവലപ്പിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തെ എന്താ പറയാ ഹൈലി എന്താ വാട്ട്സ് ഇറ്റ് അഡ്വാൻസ്ഡ് ഫ്രണ്ടിയേഴ്സ് വേണമെങ്കിൽ പറയാം. വാട്ട് ഈസ് what's going to be coming in the near future. ഫേസ്ബുക്ക് ആയാലും ശരി, ഗൂഗിൾ ആയാലും ശരി, അത് ആ ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ ഡാറ്റാ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, ഡാറ്റാ ബാങ്കിങ് ആയാലും ശരി. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ് ഇപ്പൊ തന്നെ വല്ലാതെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട് ഇപ്പോൾ വല്ലാതെ നടക്കുന്നുണ്ട്. സോ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇത് എങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ക്യാമറ മേടിക്കാൻ ഡിസൈഡ് ചെയ്തു. നമ്മുടെ ഫേസ്ബുക്കിന്റെ ഒക്കെ റീടാർഗറ്റിംഗ് ആഡ്സ് ഉണ്ട്. നമ്മൾ ക്യാമറ മേടിക്കാൻ ഡിസൈഡ് ചെയ്തു. നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ ആമസോണിലൊക്കെ കയറി ഒരു ക്യാമറ, നിക്കോണിന്റെ ഒരു ക്യാമറ ഒക്കെ എടുത്ത് നോക്കി. ഈ ഒരൊറ്റ നോട്ടം മതി നമുക്ക്. യെസ്, പിന്നെ അത് റീടാർഗറ്റ് ചെയ്യപ്പെടും.
നമ്മളെ റീടാർഗറ്റ് ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ആമസോണിനും ഫ്ലിപ്കാർട്ടിനും മാത്രമല്ല, ഞാൻ എന്റെ പല കോച്ചിങ് പ്രോഗ്രാംസിന്റെ ആഡ്സും കാര്യങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ ആഡ്സ് ഒക്കെ നമ്മൾ ഫേസ്ബുക്ക് കൊടുക്കുന്ന സമയത്ത് വൺസ് എന്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ആ പ്രോഗ്രാമിന്റെ ആഡ് നമ്മൾ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. ആ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവർ ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസിന്റെ ഒരു ലാൻഡിംഗ് പേജ് അവർ ആക്സസ് ചെയ്തു. ലാൻഡിംഗ് പേജ് ആക്സസ് ചെയ്ത ആളുകൾക്ക് പിന്നെയും ഈ സാധനം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആഡ് കാണുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകും, എന്നാ പിന്നെ മേടിക്കാം എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് എത്തും. അതാ ഞാൻ പറഞ്ഞത്, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പേഴ്സണൽ ഫിനാൻസിന്റെ ഒക്കെ സെഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഈഗോ ട്രാപ്പ് പോലത്തെ സാധനങ്ങളിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് നമ്മുടെ മനസ്സിനകത്താണ് ഈ സാധനം ഇരിക്കുന്നത്. നമ്മൾ അങ്ങനെ ട്രെയിൻഡ് ആവുക എന്നുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാനും വയ്യ. അതാണ് രസം. ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഗൂഗിളും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതെ, ഫേസ്ബുക്ക് ഇല്ലാതെ പിന്നെയും ജീവിക്കാൻ പറ്റുമായിരിക്കും. അതല്ലാതെ ഈ ഗൂഗിൾ ഇല്ലാതൊക്കെ ഇന്ന് ജീവിക്കാൻ ഇച്ചിരി പാടായിരിക്കും. യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഡിപെൻഡൻസി കൂടുതലായിരിക്കും. അതെ, ഭയങ്കര ഡിപെൻഡന്റ് ആണ്. ഞാൻ അതിന്റെ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വാച്ചിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട് ഡിവൈസസിൻ്റെ അകത്തുനിന്ന് എൻ്റെ പൾസ് റേറ്റ്സും ഞാൻ എത്രത്തോളം വ്യായാമം ചെയ്യുന്നുണ്ടെന്നും എൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എത്രത്തോളം നടക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നുണ്ടെന്നൊരു ഡാറ്റ എൻ്റെ വാച്ചിൽ നിന്ന് ഞാൻ സെർവറിലോട്ട് എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, എനിക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾ ഹെൽത്തിയാണ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയ ഒരാളാണ് എന്നെനിക്ക് മനസ്സിലാകും സിമ്പിളായിട്ട്, ശരിയല്ലേ? ഇത് വെച്ചുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, എനിക്ക് നിങ്ങളെ വീണ്ടും ഹെൽത്തി ആക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ഞാൻ റൺ ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ആഡ് കാണിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഡാറ്റ ഇത്രമാണ് എന്നുള്ള പതുക്കെ നിങ്ങളുടെ ആ ലെവലിലോട്ട് എനിക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഹെൽത്തി ലെവലിലോട്ട് മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആപ്പാണ്, മനസ്സിലായില്ലേ? ആ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആപ്പിൽ എനിക്ക് നിങ്ങളെ കൂടുതൽ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ബിരിയാണി പോലത്തെ കാര്യങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് നിങ്ങളെ പ്രൊമോഷൻ കൂടുതൽ കാണിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പം എനിക്ക് നിങ്ങളെ ഹെൽത്തി ആക്കാനും അൺഹെൽത്തി ആക്കാനും ഈ ഡാറ്റ കൊണ്ട് വൃത്തിയായിട്ട് സാധിക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സ്വഭാവമോ നിങ്ങളുടെ ഹെൽത്തോ നിങ്ങളുടെ മെന്റൽ പവറോ എന്ത് വേണമെങ്കിലും ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഫ്യൂച്ചറിൽ ഇനി എന്താണ് സംഭവിച്ചത് ഈ സുഖമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലുവൻസിന്റെ അങ്ങേ തലയ്ക്കും വരെ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? ഉദാഹരണം പറയാം. എല്ലാ ട്രിപ്പിനും ഞാൻ പോകുമ്പോൾ ഞാൻ ചിക്കൻ സെന്റർ സെർച്ച് ചെയ്യും ഒരു സ്ഥലത്ത് എത്തിയിട്ട്. ഈ തവണ ഞാൻ ഒരു സ്ഥലത്ത് ട്രിപ്പ് പോയപ്പോൾ ഗൂഗിൾ എന്നോട് ചോദിക്കുവാണ്, നിങ്ങൾ ചിക്കൻ സെർച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. ആലോചിച്ചെങ്കിൽ എല്ലാ സമയത്തും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് 3 മണിക്കാണ്. അപ്പം ഞാൻ പോയപ്പോൾ എന്നോട് ചോദിക്കുവാണ്, നിങ്ങളുടെ ആ സമയത്ത് എനിക്ക് ആഡ് കാണിക്കുവാണ്, ഈ റെസ്റ്റോറൻറ്റ് നിയർ യു, പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്, കാർ ഡൈനിങ് ഉണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ആവശ്യമില്ല കാണിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ഡാറ്റ ഗൂഗിൾ തന്നെ എടുത്തിട്ട് അത് സെല്ല് ചെയ്ത് അതിന് വെച്ചുകൊണ്ട് ഗൂഗിൾ പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സും ആപ്ലിക്കേഷനും ഇത് അപ്ലൈ തുടങ്ങി കാണുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. All right. Thank you, sir. Thank you, Karthik, for that question. I think നമ്മൾ 1 hour session already half an hour exceed ചെയ്തു. So വേറെ ആർക്കും questions ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ I think we'll wind up the session in another 5 minutes. Okay, അല്ലേ sir? Yes. All right. ആർക്കെങ്കിലും എന്തെങ്കിലും questions? So this is a very important session that we had. ഇപ്പോൾ ഈ കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് നമുക്കെന്നും ഫോണിൽ വരുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് പോലെ തന്നെ എന്നും എന്ന രീതിയിൽ നമ്മൾ കേൾക്കേണ്ടതും പാലിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ 1 hour സെഷനിൽ കേട്ടത്. സോ നമ്മൾ ഇതിന്റെ റെക്കോർഡ് സെഷൻ എന്തായാലും സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ത്രൂ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ദി അതർ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ദാറ്റ് വി ഹാവ്. ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് try to circulate it as much as possible and do let them know what lies ahead in the digital space and how to be safe. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചും ഡിജിറ്റൽ സ്പേസിനെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് we are incredibly grateful to both of you, sir. We would like to extend our gratitude to Hariprasad sir as well as Subi sir. എന്തായാലും an incredible session അത് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഓൾസോ എ വെരി വെൽ എക്സിക്യൂട്ടഡ് വൺ. ഞങ്ങൾക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഡിജിറ്റൽ സ്പേസിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും സെഷൻസ് കേട്ടിട്ടുണ്ടെന്ന്.
So ഇന്ന് കൂടി എല്ലാവരുടെയും പേരിലും I would like to extend the gratitude and appreciation to both of you. സുബി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും we are thankful to Hariprasad sir. അപ്പോൾ with that being said, we will wind up the session for the day. And before winding up, ആരെങ്കിലും in between വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ we were having a session on how to be cyber smart, and our speaker was Hariprasad JR sir. He is a trainer in the field and a postgraduate in counseling psychology. So he has had all the qualifications to talk about psychology as well. Psychology കുറിച്ച് പറയാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞെങ്കിലും psychological aspects touch ചെയ്തതിനും thank you so much sir. ആക്ച്വലി ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ഞാൻ എംഹാറ്റിനോട് വളരെ താങ്ക്ഫുൾ ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നതൊക്കെ ബൈ പ്രൊഡക്റ്റ് ആണ്. രേഖ മാഡത്തിനോടുള്ള താങ്ക്സ് എനിക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. രേഖ മാഡം ആണ് എന്റെ പേഴ്സണൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയേണ്ടി വരും. രേഖ മാഡം ഇന്ന് രാവിലെ കൂടി എനിക്ക് സെഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി എന്നെ മോൾഡ് ചെയ്തെടുക്കുന്നത് ഇപ്പം രേഖ മാഡമാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് എംഹാറ്റിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ മാനേജ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡാണ് ഇതിന്റെ ഒക്കെ ബാക്ക് എൻഡിൽ കിടക്കുന്ന ഒരു സാധനം. എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. അപ്പൊ മൈൻഡിനെ എപ്പോഴും ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അവിടെ ഒരു വലിയ റോളാണ് സത്യത്തില് എംഹാറ്റ് ചെയ്യുന്നത്. സോ എംഹാറ്റിനോടും രേഖ മാഡത്തിനോടും ഒക്കെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കിവിടെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. സോ താങ്ക് യു സോ മച്ച്. രേഖ മാഡം ഇന്ന് വേറൊരു സെഷനിലായത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റെക്കോർഡിംഗ് കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു. Thank you so much sir, and thank you so much to all the participants today. അപ്പോൾ നമ്മുടെ ഇനിഷ്യേറ്റീവ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സെഷൻസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു ലെറ്റ് us know. ഓൾസോ ഈ സെഷൻ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഇനിയും നമ്മൾ ഇതുപോലെ സെഷൻസ് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ 4000-ഓളം പേഷ്യൻസ് 8ഓളം ഡിസ്ട്രിക്റ്റുകളിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പാവപ്പെട്ടവർക്ക് അവരവരുടെ കമ്മ്യൂണിറ്റി ക്ലിനിക്കുകളുടെ സഹായത്തോടു കൂടി സർവീസസ് കൊടുക്കുന്ന ഒരു ക്ലിനിക്കാണ്. സോ എംഹാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനോ നമ്മൾക്ക് വോളണ്ടറി സപ്പോർട്ടായോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂഷൻസും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു അസ്. നമ്മൾ മെന്റൽ ഹെൽത്ത് കെയർ സർവീസസ് നമ്മുടെ സെന്റർ ചാലപ്പുറത്ത് സെന്റർ ഫോർ സൈക്കോതെറാപ്പിയിൽ കൊടുക്കുന്നുണ്ട്. വി ആർ ഓപ്പൺ ടു എനിബഡി ഹു വുഡ് ലൈക്ക് ടു get a treatment. നമുക്ക് സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ് മുതലായ ഒരു ടീം തന്നെ ഉണ്ട്. സോ ഡു ലെറ്റ് പീപ്പിൾ നോ ദാറ്റ് വി ആർ റെഡി ടു serve for the good of their well-being. And with that being said, thanking once again the speakers for the day. Let's wind up the session for today. Thank you all for participating. Looking forward to see all of you for the upcoming sessions as well. Have a good night, everybody. And thank you so much, sir. Thank you.